പ്രൈസ് ദ ലോർഡ്. മനുഷ്യവർഗത്തിന് ഈ ഭൂമിയിൽ ലഭ്യമായ കണക്കുകൾ അനുസരിച്ച് 6000 വർഷത്തെ പഴക്കമുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു ചരിത്രത്തിൻ്റെ ലഭ്യതയില്ല. വേണമെങ്കിൽ നിഗമനങ്ങൾ കാണും. എന്നാൽ 6000 വർഷം മുതലുള്ള മനുഷ്യൻ്റെ സംസ്കൃതിയുടെ തെളിവുകളുണ്ട്. അത് തന്നെയാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന തിരുവചനം പറയുന്നത്. ഇന്നേക്ക് 6000 വർഷങ്ങൾക്ക് മുൻപേ ഇന്ന് താറുമാറായി കിടക്കുന്ന ഇറാഖിലെ യൂഫ്രട്ടീസ് നദിയുടെ തീരത്തൊരു തോട്ടമുണ്ടായി. മനുഷ്യനെ എവിടെ കൊണ്ട് താമസിപ്പിച്ചു അറിയാമല്ലോ. പ്രൈസ് ദ ലോർഡ്. അന്ന് മുതലുള്ള ഈ 6000 വർഷത്തെ മനുഷ്യവർഗത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതും അപകടം നിറഞ്ഞിരിക്കുന്നതുമായ ആ സന്ദർഭത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ 6000 വർഷക്കാലം മനുഷ്യവർഗം നിരവധി പ്രതികൂലങ്ങൾ നേരിട്ടിട്ടുണ്ട്. 3 ജീവനുള്ള ലൈഫുണ്ടെന്ന് ശാസ്ത്രം പറയുന്നു ഭൂമിയിൽ. ആനിമൽ കിങ്ഡം, പ്ലാന്റ് കിങ്ഡം, ഹ്യൂമൻ കിങ്ഡം. ഈ 3 കിങ്ഡത്തിനും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാൽ ഹ്യൂമൻ കിങ്ഡവും ഒഴികെ ആനിമൽ കിങ്ഡം, പ്ലാന്റ് കിങ്ഡം അതിനങ്ങൾക്കെല്ലാം ഉണ്ടായതിനേക്കാൾ അതിരൂക്ഷമായ പ്രശ്നങ്ങൾ മനുഷ്യവർഗം നേരിടേണ്ടി വന്നു. 3 വിധത്തിൽ പ്രധാനമായി. ഒന്ന്, പ്രകൃതിയുടെ ദുരന്തങ്ങൾ അറിയാമല്ലോ. പല വിധത്തിൽ കടലാക്രമണം, വൾക്കാനോ എക്സ്പ്ലോഷൻസ്, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, ഹല്ലേലൂയ, ഭൂകമ്പങ്ങൾ, കൊടുങ്കാറ്റുകൾ, ടൊർണാഡോ, സൈക്ലോൺ, ഇങ്ങനെ പ്രകൃതിയുടെ താണ്ഡവം അനേകരെ കൊന്നൊടുക്കി ഇല്ലേ. 2, മാരകമായ രോഗങ്ങൾ. 3, മനുഷ്യൻ വരുത്തിവെച്ച യുദ്ധങ്ങളുടെ കണക്ക് പറയാനൊക്കത്തില്ല. 1000കണക്കിന് ചെറുതും വലുതുമായ യുദ്ധങ്ങൾ. ഈ 3 പ്രതിസന്ധികളെയും മനുഷ്യൻ അവൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ടും സ്ഥിര പ്രയത്നം കൊണ്ടും അതിജീവിച്ചു. ഒടുവിൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൽ 2 ലോകമഹായുദ്ധത്തെ ലോകം കണ്ടു. ആ 2 ലോകമഹായുദ്ധങ്ങളിൽ സെക്കൻഡ് വേൾഡ് വാർ 1945 ഓഗസ്റ്റ് 6 അതിന്റെ സമാപനം കുറിച്ചുകൊണ്ട് അമേരിക്ക ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിംഗ് നടത്തിയപ്പോൾ 2ാം ലോകമഹായുദ്ധം തീർന്നു. അതിൻ്റെ കെടുതികൾ അതിഭയങ്കരമായിരുന്നു എങ്കിലും അതും മനുഷ്യൻ അതിജീവിച്ചു. മനുഷ്യന്റെ ഐക്യതയും സ്ഥിര പ്രയത്നവും നിമിത്തം ആ കെടുതികളെയും മനുഷ്യൻ അതിജീവിച്ചു. അതോടൊപ്പം മനുഷ്യനെ സഹായിക്കാൻ ഒരാൾ ഓടിയെത്തി. മനുഷ്യന്റെ ബുദ്ധിയുടെ സന്തതി, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തിയതുപോലെ മനുഷ്യരുടെ ബുദ്ധിയുടെ സന്തതിയുടെ പേരാണ് ശാസ്ത്രം. മാതാപിതാക്കൾ പ്രായമായി കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് അവരായി ഒരു നല്ല നിലയിലായി കഴിയുമ്പോൾ മാതാപിതാക്കളെ സഹായിക്കുന്നത് പോലെ നമ്മളെ സഹായിക്കത്തില്ലേ പലരും. പ്രൈസലോ, ഇന്നലെ വ്യഭിചാരം പറഞ്ഞു തൻ്റെ വീടെല്ലാം റീമോഡിഫൈ ചെയ്ത് തൻ്റെ മക്കളാണെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സഹായിച്ചെന്നാ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അങ്ങനെ പ്രൈസ് ദി ലോർഡ് മനുഷ്യന്റെ ബുദ്ധിയുടെ സന്തതിയായ ശാസ്ത്രം മനുഷ്യനെ കൂടെ അങ്ങോട്ട് സഹായിച്ചപ്പം കഴിഞ്ഞ 70-75 വർഷം കൊണ്ട് ആ പഴയ യുദ്ധത്തിന്റെ കെടുതികളെല്ലാം മാറി മനുഷ്യവർഗം ഇങ്ങനെ സുഖത്തിൽ നിൽക്കുകയാണ്. ശാസ്ത്രത്തിന്റെ 5 തൂവലുകളുടെ അതിമൃദുലമായ മന്ദഹാസവും ആ തൂവലുകളുടെ മൃദുലതയുമാണ് ഇന്നത്തെ ലോകം ഏറ്റവും അധികം ആസ്വദിക്കുന്നത്. ശാസ്ത്രത്തിൻ്റെ 5 തൂവലുകൾ IT, BT, NT, MT, ST എല്ലാം ടീയാ. നിങ്ങൾക്കറിയാമല്ലോ. ഇൻഫർമേഷൻ ടെക്നോളജി, ബയോടെക്നോളജി, നാനോ ടെക്നോളജി, മെഡിക്കൽ ടെക്നോളജി, സ്പേസ് ടെക്നോളജി അല്ലേ. എൻ്റെ പ്രഭാഷണം കേൾക്കുന്ന പലരും ഇതിനകത്തും ദൂരെയുമൊക്കെ അതിനകത്ത് മുഴുകിയവരും അതിൽ തന്നെ ചെയ്തിരിക്കുന്നവരും അല്ലേ. എത്ര സുഖങ്ങൾ, സൗകര്യങ്ങൾ കിട്ടി. ഞാൻ വിശദീകരിക്കാതെ നിങ്ങൾക്കറിയാമെങ്കിലും ചില കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാകും. 51 കോടി ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുണ്ട് ഈ ഭൂമിക്ക്. ഞങ്ങളൊക്കെ അവിടെ കോടി എന്നൊക്കെ പറയും, നിങ്ങൾ പറയുന്ന മില്യൺ, ബില്യൺ എന്നൊക്കെ പറയുകൊണ്ട് ആശയക്കുഴപ്പം വരരുത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 1 മില്യൺ എന്ന് പറയുന്നത് 10 ലക്ഷമാണ്. പ്രൈസ് ദി ലോർഡ്. 1 ബില്യൺ എന്ന് പറയുന്നത് 10 കോടിയാണ്. 1 കോടി എന്ന് പറയുന്നത് 100 ലക്ഷമാണ്. കണക്കൊന്ന് പറയുന്നേ ഉള്ളൂ. ഞാൻ ഒത്തിരി കണക്കിൽ ഇങ്ങനെ പറയാം. അതിനാ പ്രൈസ് ദി ലോർഡ്. 1 മില്യൺ എന്ന് പറയുന്നത് 10 ലക്ഷമാണ്. അപ്പോൾ 51 കോടി എന്ന് പറയുമ്പോൾ നിങ്ങൾ കൂട്ടിക്കോണം. 51 മില്യൺ ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ ഭൂമിയെ ശാസ്ത്രം ചെയ്ത സഹായം 3 ഇഞ്ച് നീളമുള്ള എൻ്റെ നിങ്ങളുടെ വിരൽ തുമ്പിൽ കൊണ്ട് തന്നു. പ്രൈസ് ദി ലോർഡ്.
ശരിയാണോ? പ്രൈസ് ദി ലോർഡ്. വീടിൻ്റെ മുൻവശത്തിരിക്കുന്ന ഓർണമെൻ്റൽ പ്ലാന്റ്, പ്രൈസ് ദി ലോർഡ്, അത് കണ്ടപ്പം ഗ്രഹനാഥൻ ചാക്കോച്ചൻ പറഞ്ഞു, മറിയാമേ നമുക്കത് അങ്ങോട്ട് മാറ്റി വെക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ ചട്ടിയെടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ച ലാഘവത്തിൽ മനുഷ്യ ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അകത്തെ അവയവം ഹാർട്ടും ലിവറും കിഡ്നിയും ലങ്സും പറിച്ചു നടുന്ന സംവിധാനം അമേരിക്കയിലെ പ്രമുഖമായ ഹൂസ്റ്റൺ പട്ടണത്തിൽ മാത്രമല്ല, കൊച്ചി കേരളത്തിലെ റബ്ബർ തോട്ടത്തിന് നടുവിലിരിക്കുന്ന കെട്ടിടത്തിനകത്ത് വരെ ആ പരിപാടി. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം സത്യമല്ലേ? അങ്ങോട്ട് പുരോഗമിച്ചില്ലേ? ഇതുകൊണ്ടൊന്നും തീർന്നില്ല. എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ലെങ്കിലും ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ ഒക്കത്തില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ നൂറ്റാണ്ട് വരെ മനുഷ്യർ പറയുമായിരുന്നു, എന്തിന് കഴിഞ്ഞ നൂറ്റാണ്ടല്ല, ഒരു 50 വർഷത്തിന് മുമ്പ് വരെ പറയായിരുന്നു, ജനനവും മരണവും ഒന്നും മനുഷ്യൻ്റെ കയ്യിലല്ല എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഇപ്പം അത് മിണ്ടത്തില്ല. കാരണം മിണ്ടാനൊക്കാതെ വരുന്നൊരു സിസ്റ്റത്തിലേക്ക് വരിക. ഇഷ്ടമുള്ള പ്രതിഭയാകാൻ സാധ്യതയുള്ള കുഞ്ഞിനെ ഗർഭം ധരിച്ച് പ്രസവിപ്പിക്കുന്ന ടെക്നോളജി. ഡോക്ടർ ആകണോ, എഞ്ചിനീയർ ആകണോ, സയൻറ്റിസ്റ്റ് ആകണോ, അതിനുള്ള IQ മാത്രം സെൻട്രലൈസ് ചെയ്ത് പ്രസവിപ്പിക്കുന്ന, ഗർഭം ധരിച്ച് പ്രസവിപ്പിക്കുന്ന ബയോണിക് ടെക്നോളജി ഇല്ലേ? പരീക്ഷണത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തി. അതുകൊണ്ടും തീർന്നില്ല. വേദപുസ്തകത്തിൽ ഒരു ഭാഗമുണ്ട്, അതെ എനിക്കറിയാം. സാധാരണ ദൈവമക്കളാരും അത് വായിക്കാറില്ല. അത് അവിടെ വന്നാൽ പേജ് ഇങ്ങനെ മറിച്ചു വിടും. അത് വായിക്കുന്ന ഈ ഇരിക്കുന്ന പ്രൈസ് ദി ലോർഡ്, മാത്യു മോഹൻ സാറ്, ജോൺ സംഭാഷണം, ഇങ്ങനെയുള്ള ദൈവദാസന്മാരാണ് വായിക്കുന്നത്. അത് വായിക്കുമ്പോൾ അവർക്കൊരു ചെറിയ വിറയലുണ്ട് ശബ്ദത്തിൽ. ഞങ്ങളുടെ ആയുഷ്കാല 70 സംവത്സരം, ഏറെയായാൽ 80. അതറിയാമല്ലോ പറയുന്നത് എപ്പോഴാണ്, എവിടെയാ. അപ്പോൾ താഴെ ഒരു സാധനം ഉണ്ട്, ഇതൊക്കെ അറിയാമല്ലോ. അതുവരെ ഇപ്പം മാറ്റാൻ നോക്കുക. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ്റെ മരണത്തിന് അവധി കൽപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാവുന്ന ലൈഫ് എക്സ്റ്റൻഷൻ കൗണ്ടർ. 80-കാരൻ്റെ ആയുസ് വെറുതെ നീട്ടുകയല്ല, അവന് പ്രത്യേക ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് അവനെ നല്ല മധ്യവയസ്കന് സുന്ദര കുട്ടപ്പനാക്കി പിന്നെ ഒരു 140 വർഷം കൂടെ ജീവിപ്പിക്കുന്ന ടെലിമറൈസ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ് ടെക്നോളജി വരെ മനുഷ്യൻ കണ്ടുപിടിച്ചപ്പം ജനനത്തെയും മരണത്തെയും വരെ മനുഷ്യൻ ഇങ്ങനെ അവധി പറഞ്ഞൊരു സമയം വന്നു കഴിഞ്ഞപ്പോൾ ആധുനിക തലമുറകൾക്കൊരു ചിന്ത വന്നിരിക്കുന്നു. അമേരിക്ക മാത്രമല്ലേ, ലോകം മുഴുവൻ. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ അമേരിക്കയെ മാത്രമല്ല പറയുന്നത്. എൻ്റെ പ്രഭാഷണം ഒരു സഭയ്ക്ക് വേണ്ടിയിട്ടല്ല, ഒരു സഭയ്ക്കെതിരല്ല, ഒരു മതത്തിന് വേണ്ടിയിട്ടല്ല, ഒരു മതത്തിനെതിരുമല്ല, ആരെയും വിമർശിക്കാനല്ല. സ്വർഗം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രം പറയുവാൻ ആഗ്രഹിക്കുന്നു. എന്നേക്കാൾ പ്രഗത്ഭന്മാരാണ് എൻ്റെ പ്രഭാഷണം കേൾക്കുന്നത്. ഇവിടെ ഇരിക്കുന്നതും എന്നേക്കാൾ പ്രഭക്കന്മാരാ. എനിക്ക് നല്ലതുപോലെ അറിയാം. ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെ എല്ലാം നല്ല ചോരത്തുടിപ്പോടെ സംസാരിച്ച ദൈവദാസന്മാരുടെ മുമ്പിലാണ് ഞാൻ ഈ പ്രായമുള്ള വ്യക്തി നിൽക്കുന്നത്. എങ്കിലും കൃപയിലാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ലോകത്തിൽ മുഴുവൻ നിങ്ങൾക്ക് നേരിട്ട് കാണാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ലോകത്തെ നിരീക്ഷിച്ചാൽ പുതിയ തലമുറയ്ക്ക് ഒരു ചിന്ത, ഇനി എന്തിനാ ദൈവം? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇങ്ങനൊരു ശക്തിയാ ഭയപ്പെട്ട് പൈസയും കൊടുത്ത് മുട്ടും കുത്തി നിൽക്കേണ്ട കാര്യമെന്നാ എന്ന ചിന്ത വന്നുകൊണ്ട് പുതിയ തലമുറകൾ, പ്രായമുള്ളവരും പുറകെ കൂടി ഞങ്ങളും ഉണ്ടെന്ന്, ഒരു വലിയ സെക്കൻഡ് ബാബേൽ കോട്ട നിർമ്മിക്കാൻ തുടങ്ങി. രണ്ടാമത്തെ ബാബേൽ ഗോപുരം നിർമ്മിക്കാൻ തുടങ്ങി. അതെ, ജഡസുഖങ്ങളുടെ ഇഷ്ടിക വെച്ച് ഭിത്തി കെട്ടി മ്ലേച്ഛതയുടെ കതകും ജനലും പിടിപ്പിച്ച് ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞ് ഒരു ബാബേൽ കോട്ട ഇങ്ങനെ കെട്ടിപ്പൊക്കിയപ്പോൾ $2 വിലയില്ലാത്ത സോപ്പിന്റെ കോമളയെ അതിജീവിക്കാൻ കഴിവില്ലാത്ത ഒരു വൈറസ് ഇങ്ങോട്ട് വന്ന് മുഴുവൻ അടിച്ചു തെറിപ്പിച്ചില്ലേ? പ്രൈസ് ദി ലോർഡ്. ആ കോട്ടകൾ മുഴുവൻ ഇടിഞ്ഞു താഴെ കിടക്കുന്നത് എന്റെയും നിങ്ങളുടെയും മുമ്പിൽ കാണുന്നുണ്ടോ? കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. അങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ നമുക്കൊരു വാക്യത്തിലേക്ക് വരാം. എബ്രായ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം. എബ്രായ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം. വായിക്കുന്ന സഹോദരിയെ കുറിച്ച് ഒരു വാക്ക് പറയാതിരിക്കാൻ ഒക്കത്തില്ല. എൻ്റെ ഒരു നോവലിലെ ജീവിക്കുന്ന കഥാപാത്രമാണ്. ഈ നോവലുകൾ ഞാൻ എഴുതിയപ്പോൾ എനിക്കൊരു നിയോഗം ഉണ്ടായി. ജീവിക്കുന്ന ആളുകളെ പേര് പറഞ്ഞ് ആസിറ്റിസ് അങ്ങ് എഴുതാൻ അവരുടെ കൺസെന്റ് മേടിച്ചു. അങ്ങനെ എഴുതിയൊരു അബദ്ധവും പറ്റി. ജീവിക്കുന്ന ഒരു ആളിൻ്റെ പേര് വെച്ച് അങ്ങോട്ട് എഴുതി.
നോവൽ എഴുതി ഇറക്കി, 2 പ്രതി 2 എഡീഷൻ ഇറക്കി. 3ാമത്തെ എഡീഷൻ വന്നപ്പോൾ പുള്ളി ജീവിക്കുന്നുണ്ട്, ജീവിതം പോയി. ഞാൻ ആകെ കുഴഞ്ഞു. ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, പുസ്തകം എന്തിയാ സാറേ, എൻ്റെ അടുത്ത കോപ്പി ഇറക്കേ, കയ്യിൽ പണമെല്ലാം ഉണ്ട്, പക്ഷേ ഇതാ വിഷയം, ഇതെങ്ങനെയാ പിന്നെ എഴുതുന്നത്? പിന്നെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ബുദ്ധി തോന്നി, പേര് മാറ്റാതെ ഇനീഷ്യൽ അങ്ങ് മാറ്റി. എന്നാൽ ഇന്ന് ഈ സഹോദരി ലിസി ജോൺസന്റെ പേരും മാറ്റേണ്ടി, ഇനീഷ്യലും മാറ്റേണ്ട, ഇന്നും ജീവിക്കുന്നു ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വായിക്കാം, പ്രൈസ് ദി ലോർഡ്. വായിക്കാം, എബ്രായ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ദൈവമക്കളെ, നിങ്ങൾക്ക് എനിക്ക് സുപരിചിതമായ ബൈ ഹാർട്ട് സെന്റൻസാ അല്ലേ? ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് നമ്മളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം, സകല ഭാരവും മുറുകെ പറ്റുന്ന പാവം. ഓട്ടത്തെക്കുറിച്ചാണല്ലോ ഞാൻ ചിന്തിക്കാൻ പോകുന്നത് പ്രധാനമായിട്ട്. ഈ ഓടുമ്പോൾ എന്തിനാ സാക്ഷികൾ നിൽക്കുന്നത്? നമുക്കറിയാമല്ലോ, ടി വിയിലൊക്കെ കാണുന്നില്ലേ, വലിയ ഓട്ടമുണ്ട്. ഇങ്ങനെ ആ കുട്ടികളൊക്കെ പ്രായമുള്ളവരൊക്കെ ഓട്ടത്തിൽ ഓടുമ്പോൾ കാണികൾ നിന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ ഈ ജീവിത ഓട്ടത്തിൽ എന്നെയും നിങ്ങളെയും പ്രോത്സാഹിപ്പിക്കുവാൻ 3 വിധത്തിലുള്ള സാക്ഷികളുണ്ട്. ഒന്നാമത്തെ സാക്ഷി ആദാമിന്റെ മകൻ ഹാബേൽ മുതൽ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന പഴയ നിയമ ഭക്തന്മാർ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ 1. രണ്ടാമത്തെ സാക്ഷികൾ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ സഭയിൽ ജീവിച്ച് ബായി ബ്രദറിനെ പോലെ ഓട്ടം നിർത്തിപ്പോയ സാക്ഷികൾ. അവരും നമ്മുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു, ഇല്ലേ? 3. നമ്മളുടെ നടുവിലുള്ള സാക്ഷികൾ, നമ്മളുടെ വീട്ടിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ചുറ്റിലും ഇന്നും ജീവിക്കുന്ന സാക്ഷികൾ. ഹല്ലേലൂയ. ആ സാക്ഷികളുടെ ഒരു സമൂഹത്തിന് നടുവിൽ നിന്നുകൊണ്ടാണ് ചെറിയവനായ ഞാൻ ഇപ്പോൾ ശുശ്രൂഷിക്കുന്നത്. അങ്ങനെ ഒരു സാക്ഷികളുണ്ട്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ട സ്ഥിരതയോടെ ഓടുക. കരങ്ങളെ കുറിച്ച് ദൈവത്തെ സ്തുതിക്കണം. ദൈവമക്കളെ, പരിശുദ്ധാത്മാവിന്റെ ഹല്ലേലൂയ സാന്നിധ്യത്തിലുള്ളൊരു യോഗമാണല്ലോ. സ്തോത്രം. ശാസ്ത്രം ഞാൻ പറഞ്ഞു, മരണത്തെ ഈ ആയുസിനെ നീട്ടാമെന്ന് പറഞ്ഞു, മരണത്തെ മാറ്റാമെന്നവർ പറഞ്ഞിട്ടില്ല. ലൈഫ് എക്സ്റ്റൻഷൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരും പറയുന്നു മരിക്കുമെന്ന്. ഈ മരിക്കുന്നതിന് സയൻസ് പറയുന്നത് ലാസ്റ്റ് ബ്രീത്ത് എന്നാണ്. അതായത് പുറത്തോട്ട് വിട്ട ശ്വാസം അകത്തോട്ട് എടുക്കാൻ മേല. അതിന് അവർ പറയുന്നത് അറിഞ്ഞോ അറിയാതെയോ ശാസ്ത്രം ബൈബിളിലാണ് തൊട്ടത്. 146 സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യത്തിലാണ് സർച്ചിച്ചെന്തുവാ, അവൻ്റെ ശ്വാസം പോകുന്നു, അവൻ മണ്ണിലേക്ക് തിരിയുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന ഈ 800 കോടി ജനങ്ങളും, പ്രൈസ് ദി ലോർഡ്, 800 കോടി ജനങ്ങൾ, 8 ബില്യൺ ജനങ്ങൾ എല്ലാം യാത്രക്കാരാണ്, അല്ലേ? യാത്രക്കാരാണെങ്കിൽ 2 വിധത്തിലുള്ള യാത്രയുണ്ട്. അത് പറയുവാനാണ്. ബഹുഭൂരിപക്ഷം പേരും ഈ ലോകത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യുക, നല്ല സുഖം, ജഡസുഖങ്ങളുടെ രോഗമോഹങ്ങളിൽ മുഴുകിക്കൊണ്ട് ആടിപ്പാടി ഉല്ലസിച്ച് ആർത്തവരിങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു ന്യൂനപക്ഷം യാത്രയല്ല, അവരോടുകയാണ്. സ്തോത്രം. ഒരു ന്യൂനപക്ഷം ഓട്ടമാണ്. ഓട്ടത്തിന് 2 കാര്യമാണ്. പുറകിലുള്ളതെല്ലാം വിട്ടിട്ട് ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്, ആ ഡെസ്റ്റിനേഷൻ ഒരു അകലവും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഈ ഓട്ടക്കാരാരാണ്? ആത്മീയ ദർശനം പ്രാപിച്ചിട്ട് പരിശുദ്ധാത്മാവിന്റെ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഓടുന്ന ഓട്ടക്കാർ. അവരുടെ ഡെസ്റ്റിനേഷൻ ഏതാണ്? അവരുടെ ഡെസ്റ്റിനേഷൻ ദൈവദാസന്മാരോട് ചോദിച്ചാൽ അവർ ഉടനെ പറയും നിത്യത, സത്യമാ. എന്നാൽ ഞാൻ ദൈവവചനത്തിന്റെ ലെൻസ് വെച്ചുകൊണ്ട് അതിനെ ഒന്ന് വലുതാക്കി കാണിക്കാം. എവിടെയാണ് പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കളെ, എന്നെ ശ്രദ്ധിക്കുന്നവരെ, ആത്മീയ ഓട്ടമാണോ നിങ്ങൾ ഓടുന്നതെങ്കിൽ നമ്മളുടെ ഡെസ്റ്റിനേഷൻ ഏതാണ്? നമ്മുടെ ഡെസ്റ്റിനേഷൻ നിശ്ചിതയാണെങ്കിൽ അതിനെ വലുതാക്കി കാണിക്കാം. റാപ്ചർ, ഉൽപ്രാവണനം. ഡിസ്റ്റൻസ് എത്രയാണെന്നറിയാമോ? ഡിസ്റ്റൻസ് പറയാം. ഓടുന്നവൻ അറിയാം എത്രയുണ്ടെന്ന് ഡിസ്റ്റൻസ്. പ്രൈസ് ദി ലോർഡ്. ഇനി എന്നാ ഉണ്ടെന്ന്? നമ്മുടെ ഡിസ്റ്റൻസ് ഈ തലമുറയിൽ, ഓൺ ദിസ് ജനറേഷൻ,
ഈ തലമുറയിൽ ഈ ലോകത്തിലെ ആത്മീയ ഓട്ടം ഇവിടെ നിലയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ബാക്കിയുള്ളവരോ അവർ ഓടും. അത് കഴിഞ്ഞ് ഒരു 7 വർഷം കൂടെ അവർ ഓടും. 84 മാസം കൂടെ ബാക്കിയുള്ള ജനം ഓടും. ആ ഓട്ടം കുറച്ച് ഭയങ്കര വകട്ടോ. അത് ആ ഗതികേടിൽ നമുക്ക് വരാതിരിക്കാനാണ് ഈ മീറ്റിംഗ് കർത്താവ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ആ ഓട്ടം കഴിയുമ്പോൾ 7 വർഷം നമ്മളുടെ ഓട്ടം തീരും. എപ്പോൾ? നമ്മുടെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സഭയെക്കുറിച്ചല്ല, ആത്മീയൻ്റെ ദൈവവചനപ്രകാരം ആത്മീയ സ്റ്റാൻഡേർഡ് സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയുടെ ഓട്ടം, എല്ലാ വിധത്തിലുള്ള ഓട്ടം ഈ തലമുറയിൽ തിരിഞ്ഞ് ഇതിനിടയ്ക്ക് ശാസ്ത്രം പറഞ്ഞ അതിനൊരു നല്ല ഗ്യാരണ്ടി തന്നിട്ടുണ്ട് കർത്താവ്. ഇതിനിടയ്ക്ക് ഈ ആ ഓട്ടം ഡെസ്റ്റിനേഷൻ ചെല്ലുന്നതിന് മുമ്പേ നമ്മുടെ ലാസ്റ്റ് ബ്രീത്ത് സംഭവിച്ചാലോ, സ്വർഗം പറഞ്ഞ് പേടിക്കേണ്ട മോനെ, പിന്നെ ഓക്സിജൻ വേണ്ടാത്ത ഒരു ശരീരം തരാമെന്ന്. നോക്കിക്കേ, അതല്ലേ പറയുന്നത്, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായ ദൈവത്തിന്റെ ദാനമായ ഒരു മന്ദിരം സ്വർഗത്തിലുണ്ട്. ആമേൻ. For to me to live is Christ and dies again. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. ഇന്നെന്റെ ആ ഭൗതിക ഓട്ടം തീർന്നാൽ, ഇന്ന് നിങ്ങളുടെ ഭൗതിക ഓട്ടം തീർന്നാൽ, ഓക്സിജൻ ബ്രീത്തിങ് തീർന്നാൽ ഒട്ടും ഭയപ്പെടണ്ട. പിന്നെ ഓക്സിജൻ വേണ്ടാത്ത തേജസിന്റെ ശരീരം, സ്തോത്രം, അത് റെഡി. എന്നാൽ നമ്മൾക്കത് അനുഭവിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ കാര്യം 84 മാസം കൂടി ഈ ലോകത്തിൽ അവർ ഓടും. അത് കഴിഞ്ഞ് ഈ സിസ്റ്റം എന്നേക്കുമായിട്ട് തീരും. പിന്നെ ഈ സിസ്റ്റം മേലാൽ ഒരിക്കലും കാണത്തില്ല. ഈ ഉദയം, ഈ അസ്തമനം, ഇതൊന്നും ഇവിടെ കാണത്തില്ല. സംഭവം വരികയാണ്. അപ്പോൾ നിങ്ങൾ ദൈവമക്കൾ നോക്കി, നമ്മുടെ ക്രിസ്തീയ സഭയുടെ, ക്രൈസ്തവ സഭയുടെ അല്ലെ ക്രിസ്തു മതത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമെങ്കിൽ അത് ഓർപ്പിക്കുമ്പോഴേ സംഗതിക്ക് ഒരു കൺഫേംമെൻ്റ് ഉണ്ടാകത്തുള്ളൂ. ക്രിസ്തീയ സഭയുടെ അഥവാ ക്രിസ്ത്യാനിത്വത്തിൻ്റെ പ്രത്യേകത, ഭാവിയിൽ നടക്കാനുള്ളതെല്ലാം നേരത്തെ കൂട്ടി എഴുതി കറക്റ്റായിട്ട് കൈ തന്നിട്ടുണ്ട്. ഇത് വേറെ ഏത് മതത്തിനുണ്ട് ഇങ്ങനെ? ചിന്തിച്ച് നോക്കിക്കേ, കയ്യിലിരിക്കുന്ന പുസ്തകത്തിൻ്റെ മഹത്വം ഒന്ന് നോക്കിക്കേ, തിരുവചനത്തിൻ്റെ. അറിയാമെങ്കിൽ ചില കാര്യങ്ങളൊന്ന് പറയാം. ഏതാണ്ട് 10,3500 വർഷം മുമ്പ് തെക്കൻ ഇറാഖിൽ നിന്നേ ഒരു പുള്ളിക്കാരനെ 10-75 വയസ്സായി, മക്കളുമില്ല, ഒന്നുമില്ല, ഇങ്ങനെ അമ്മാമ്മയുടെ മുഖത്തോട്ട് അച്ചായനും നോക്കും, അമ്മാമ്മ അച്ചായൻ്റെ മുഖത്തോട്ട് നോക്കും. ഇങ്ങനെ നടക്കുമ്പം വിളിച്ചു തമ്പുരാൻ പറഞ്ഞു, നിന്നെ ഞാനൊരു ജാതിയാക്കും. ഉൽപ്പത്തി 12:2. അന്ന് പറഞ്ഞത് നമ്മുടെ കൺമുമ്പിൽ കാണുന്നില്ലേ? ഇസ്രായേൽ അന്ന് പറഞ്ഞത് അതാണ്. കാലിയകുട്ടി എഴുതി വെക്കും, 23 മുസ്ലിം രാജ്യങ്ങളുടെ ഇടയിൽ കൊച്ചു കേരളത്തിന്റെ വലിപ്പമില്ലാത്ത ഒരു രാജ്യം ഇന്നും നിൽക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, 3500 വർഷങ്ങൾക്ക് മുൻപേ സർവശക്തൻ പറഞ്ഞതാണ്. അതാണ് തിരുവചനത്തിന്റെ പ്രത്യേകത. 2-3 വാക്യങ്ങൾ കാണിച്ചു തരാം. ദൈവമക്കൾ നോക്കിക്കേ, 2700 വർഷങ്ങൾക്ക് മുമ്പേ ലോകം രാജാക്കന്മാർ മാത്രം വായിക്കുന്നു. വായിക്കണമേ, യെരമ്യാവ് 13:18 വായിക്കാം. രാജാക്കന്മാരും രാജ്ഞിമാരും ലോകത്തിൽ വാണുകൊണ്ടിരുന്ന ഒരു കാലം, മറ്റൊരു ഭരണ സ്വപ്നം പോലും കാണാൻ മേലാത്തൊരു കാലത്തെ പരിശുദ്ധാത്മാവേ 2600 വർഷം മുമ്പ് ഇതാ ഇപ്രകാരം എഴുതി വെച്ചു. വായിക്കാം, യെരമ്യാവ് 13:18. ആ വാക്കുണ്ടോ, എന്തൊരു ആഴമാ! നിന്റെ താഴെ ഇറങ്ങിക്കോ രാജാവേ രാജ്ഞിയെ. തീർന്നില്ല, നിന്റെ കിരീടം താഴെ വെക്കാനല്ല, ഫോളിങ് ഡൗൺ, താഴെ വീഴുന്നു. രാജഭരണം തീരുവെന്ന് അന്ന് പറഞ്ഞാൽ അവനെ ഓടിച്ചിട്ടടിക്കുന്ന കാലത്തെ വ്യക്തമായിട്ട് എഴുതി. രാജഭരണം തീരുവെന്ന് എഴുതിയെങ്കിൽ ഇന്ന് നിങ്ങളതിൻ്റെ ജീവിക്കുന്ന സാക്ഷികളല്ലേ, സംഭവിച്ചില്ലേ? അതുകൊണ്ട് വായില്ല. യെശയ്യാവ് 3:12 വായിച്ചേ. യെശയ്യാവ് 3:12. 2600 വർഷം മുമ്പേ സ്ത്രീകൾ വീട്ടമ്മമാരായി മുറിക്കകത്തും പാചകമുറിയിലും ഒതുങ്ങിയ കൂടിയ കാലത്ത് പറഞ്ഞത് എന്തുവാ? യെശയ്യാവ് 13:12. എന്റെ ജനമോ കുട്ടികളവരെ പീഡിപ്പിക്കുന്നു. സ്വപ്നം കാണാനൊക്കെ 2600 വർഷം മുമ്പ് പറയാ ലോകം സ്ത്രീകൾ ഭരിക്കുമെന്ന്. വല്ലവനും അന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞാൽ എഴുതി ഓടിച്ചിട്ട് അടിക്കും. അന്ന് പറഞ്ഞതല്ലേ ഇന്നത്തെ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ്.
അന്ന് പറഞ്ഞതല്ലേ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി മാർഗരറ്റ് താച്ചർ, ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, ശ്രീലങ്കൻ പ്രധാനമന്ത്രി സിരിമാവോ ബന്ദാര നായിക്ക് സ്ത്രീകൾ ഭരണം വാഴുവെന്ന് അന്ന് എഴുതിയത് കണ്ടോ? ക്രിസ്ത്യാനിത്വത്തിന്റെ പ്രത്യേകത ഒത്തിരി കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. രാജഭരണം അരക്കിട്ടുറപ്പിച്ചപ്പം ദാനിയേൽ വിളിച്ചു പറഞ്ഞു, ഇതാക്കാൻ തീരാൻ പോവുക, ഇരുമ്പും കളിമം കൊണ്ടുള്ള ജനാധിപത്യം വരുമെന്ന് പറഞ്ഞ് സംഭവിച്ചോ? അപ്പോൾ സംഭവിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. പിതാവിനെ കാണുമ്പം ഓച്ചാനിച്ച് എഴുന്നേറ്റ് മക്കൾ നിൽക്കുന്ന കാലം, 2000 വർഷം മുമ്പ് എഴുതിയ അന്ത്യകാലത്തെ മകനെ കാണുമ്പോൾ അപ്പൻ എഴുന്നേറ്റ് ഓടുമെന്ന് എഴുതിയില്ലേ? അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരിക, പ്രൈസ് ദി ലോർഡ്, അമ്മയപ്പന്മാരെ അനുസരിക്കാത്ത സന്തതി വരുമെന്ന് എഴുതിയെങ്കിൽ ഇതൊക്കെ നമ്മുടെ മുമ്പിൽ നേരിട്ട് കാണുകയല്ലേ? അങ്ങനെ എത്ര വാക്യം. അങ്ങനെയാണെങ്കിൽ ആ തിരുവചനത്തിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾ നോക്കിക്കേ, സീസൺ മാറിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിൽ പഴയ കാലത്ത് 6 സീസണായിരുന്നു, അതെല്ലാം പോയി. അന്ത്യകാലമായ സംഗതി കുഴഞ്ഞു. 2 മാസം കൂടുമ്പോൾ ഒരു സീസൺ മാറണമായിരുന്നു. സൈക്കിൾ 6 സൈക്കിളാ ഒരു വർഷം, അതെല്ലാം മാറി. ഒടുവിൽ പിന്നെ നമുക്ക് 4 ആയി ഇല്ലേ? നിങ്ങൾക്കെല്ലാം അറിയാം, 4: സമ്മർ, വിന്റർ, സ്പ്രിംഗ്, ഓട്ടമൻ. ഇതിനിടെ നോക്കിക്കുക, അമേരിക്കക്കാർക്ക് വേഗം മനസ്സിലാകും. സെപ്റ്റംബർ 23 ആകുമ്പോൾ ഒരു പേര് പറയും. നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടോ എനിക്കറിയാമല്ലോ, വടക്കൻ സ്റ്റേറ്റിലൊക്കെ പറയും ഫോൾ. സീസൺ മാറാൻ പോവുക. കൺവെൻഷനൊക്കെ വേഗം തീർത്തോളാൻ ഇല്ലേ? ചൂടങ്ങോട്ട് കൂടി നിൽക്കുമ്പം പറയും ഫോൾ. അതിൻ്റെ അർത്ഥം അത് കഴിഞ്ഞാൽ ഈ ചിക്കാഗോയിൽ ന്യൂയോർക്കിൽ ചെന്നാൽ അതിൻ്റെ ബാക്കി കാണാം, ഫോളിൻ്റെ പുറകെ കാണാം. മുഴുവൻ പക്ഷികളും തെക്കോട്ട് പിടിപ്പിക്കുക, നിങ്ങളുടെ നാട്ടിലോട്ട്. പ്രൈസ് ദി ലോർഡ്. തെക്കൻ പിഴച്ച് പിടിപ്പിക്കുക. എന്താ? അതിശൈത്യം വരുന്നു അല്ലേ? അപ്പോൾ 2 സീസൺ ഒന്നിച്ച് വരുന്നുണ്ട്, സമ്മറിനും വിന്ററിനും ഇടയ്ക്ക്. ആത്മീയത്തിൽ നോക്കിക്കേ, 2 യുഗങ്ങൾ ഒന്നിച്ച് സമ്മേളിച്ചു. 2 യുഗങ്ങൾ ഒന്നിച്ച് സമ്മേളിച്ചു. കർത്താവ് പറഞ്ഞു, ന്യായപ്രമാണത്തിൻ്റെ അവസാനം ലൂക്കോസിൻ്റെ സുവിശേഷം 16:16 പറയുന്നത് വായിക്കണ്ട. ന്യായപ്രമാണം യോഹന്നാൻ സ്നാപകൻ വരെ എന്ന് കർത്താവ് പറഞ്ഞു. പിന്നീടുള്ളത് കൃപായുഗമാണല്ലോ. പക്ഷേ കൃപായുഗം തുടങ്ങിയോ? ഇല്ല. കൃപായുഗം തുടങ്ങിയത് AD 30 മെയ് മാസത്തിൽ, അഥവാ പെന്തക്കോസ് പെരുന്നാളിൽ പരിശുദ്ധാത്മാവിനെ നൽകിയപ്പോൾ ആ കൃപായുഗം ഔദ്യോഗികമായി തുടങ്ങി. അതിനിടയ്ക്കുള്ള 3-3.5 വർഷം 2 യുഗം ഒന്നിച്ചു പോയി. ന്യായപ്രമാണം വന്നു, കർത്താവ് ന്യായപ്രമാണം ആചരിച്ചു, പെസഹ ആചരിച്ചു, ന്യായപ്രമാണമാണ്. അപ്പോൾ തന്നെ കൃപായുഗം തുടങ്ങി. എന്താ? യഹൂദനല്ല, സമരിയാസ് പട്ടണത്തിലെ സ്ത്രീ സുവിശേഷം കേട്ടു, അവൾ ഗുണം പിടിച്ചു, അവൾ സാക്ഷ്യം പറഞ്ഞു അല്ലേ? കനാന്യ സ്ത്രീയുടെ മകൾക്ക് സൗഖ്യം കിട്ടി, കൃപ ഇങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പം ആ കാലം 2 യുഗം ഒന്നിച്ചു വന്നതുപോലെ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കേ, 2 സമയം ഒന്നിച്ചു വന്നിരിക്കുന്നു. എനിക്ക് കിട്ടിയ വെളിപ്പാടനുസരിച്ച് പറയാം. ഒന്ന് പ്രീ റാപ്ചർ പീരിയഡ്, 2 പ്രീ ട്രിബുലേഷൻ പീരിയഡ്. 2 പീരിയഡ് ഇവിടെ ഒന്നിച്ച് നിൽക്കുകയാണ്. എന്താണ് പ്രീ റാപ്ചർ പീരിയഡ്? കുട്ടികൾക്ക് ഫൈനൽ എക്സാമിനേഷന് മുമ്പ് സ്റ്റഡി ലീവ് കിട്ടുന്നത് പോലെ എൻ്റെയും നിങ്ങളുടെ ഉൽപ്രാവണം കയ്യെത്തുന്ന ദൂരത്ത് വന്നപ്പോൾ അതിലേക്ക് തയ്യാറാകാൻ ഒരു ഫൈനൽ ടച്ചിന് സമയം തന്നിരിക്കുക. വിവാഹത്തിന് കൊണ്ടുപോകുന്ന പെൺകുട്ടിയെ നല്ലതുപോലെ അണിയിച്ചൊരുക്കി കൊണ്ടുപോയി ഒടുവിൽ ആ സാഞ്ചുറിയിലേക്കോ സ്ഥലത്തേക്കോ അങ്ങോട്ട് പ്രവേശിക്കുന്നതിന് മുൻപ് ഒന്ന് ഫൈനൽ ടച്ച് ചെയ്യാത്തവരാരും ഇല്ലല്ലോ? ഇല്ല. ഒരു ഫൈനൽ ടച്ച് എല്ലാം റെഡിയായി, എന്നാലും ഏതെങ്കിലും ഒന്ന് മാറി ഉണ്ടോ എന്ന് നോക്കി ചെയ്യുന്നത് പോലെ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ, ഈ പ്രഭാഷണം ശ്രദ്ധിക്കുന്നവർ ആത്മീയ ഓട്ടക്കാരാണെങ്കിൽ ഈ പ്രീ റാപ്ചർ ടൈം പ്രസംഗിക്കുന്ന എനിക്കും നിങ്ങൾക്കൊരു ഫൈനൽ ടച്ചാണ്. ഒടുവിൽ ഒന്നുകൂടെ മുടിയൊന്ന് ചീകി മുഖം ഒന്ന് ഭംഗിയാക്കി ഷർട്ടും സാരിയൊക്കെ റെഡിയാക്കുന്നത് പോലെ ഒരു ഫൈനൽ ടച്ച്. റാപ്ചറിനെ ബ്ലോക്ക് ആക്കാൻ വേറൊരു ശക്തി പുറകെ കിടപ്പുണ്ട്. അതും പറഞ്ഞേക്കാം. കഴിയുമെങ്കിൽ വ്രതന്മാരെ തെറ്റിക്കാൻ നോക്കുന്നവൻ ഹല്ലേലൂയ തമ്പുരാന്തിരിക്കെ കല്ലുകൊണ്ട് വെച്ച പുള്ളിയാവൻ. പിന്നെ എന്നെ വിടുവോ, നിങ്ങളെ വിടുവോ, മാത്യുമൻ പാസ്റ്ററെ വിടുവോ? ആരെയും വിടത്തില്ല. അതിനെ തെറിപ്പിക്കാനായിട്ട് ഈ പ്രീ റാപ്ചർ ടൈം എനിക്കും നിങ്ങൾക്കും ഒന്ന് നല്ലതുപോലെ തയ്യാറാകാൻ. അപ്പോൾ തന്നെ ലോകത്തിന് പ്രീ ട്രിബുലേഷൻ ടൈം. എന്താ ട്രിബുലേഷൻ അറിയാമല്ലോ? ഈ ലോകം ഒരുവൻ ഭരിക്കും, ഒറ്റ ഒരുവൻ. അവൻ എത്ര പേരാ? അധർമ്മമൂർത്തി, മ്ലേച്ഛതയുടെ ചിറകിൽ ശൂന്യമാക്കുന്നവൻ. വാക്യങ്ങളെല്ലാം വായിച്ച സമയം പോകണ്ട. അധർമ്മമൂർത്തി 2 തെസ്സലോനിയർ
ദാനിയേൽ 9:27 അധർമ്മമൂർത്തി, മ്ലേച്ഛതയുടെ ചിറകിൽ, വൺ ഹു അബോമിനേഷൻ ഡെസോലേറ്റ് ദ വിങ്സ് ഓഫ് അബോമിനേഷൻ, മ്ലേച്ഛതയുടെ ചിറകിൽ ശൂന്യമാക്കുന്നവൻ, അധർമ്മമൂർത്തി, വഞ്ചകൻ, കള്ളൻ. എത്ര പേരാ! ഒരുവൻ വരുന്നു ഈ ലോകത്തെ 7 വർഷം ഭരിക്കാൻ. അവന്റെ ഭരണത്തിന് ഒരു ട്രെയിനിങ്, ലോകത്തിന് ഒരു ട്രെയിനിങ് കൊടുക്കണം. ആ ട്രെയിനിങ്ങിന് കൊടുക്കുമ്പം ആദ്യമേ ഞാൻ പറഞ്ഞേക്കാം, നമുക്കും അത് അതിൻ്റെ അകത്തുകൂടി പോകേണ്ടി വരും. എന്താണെന്നറിയാവോ? മഴ പെയ്യിക്കുന്നത് നല്ലവർക്ക് മാത്രമല്ല, എല്ലാവർക്കും മഴയുണ്ട്. സ്വതന്ത്രം. മഴ പെയ്താൽ ഇന്ന ആളുകൾക്ക് മാത്രം മഴയെന്നാണോ? അല്ല, മഴ പെയ്താൽ എല്ലാവർക്കുവാ, വെള്ളപ്പൊക്കം വന്നാൽ എല്ലാവർക്കുവാ. അപ്പോൾ ഒരു ജനറലാ. ഇവിടെ നോക്കിക്കേ, ഇന്ന് ഈ ലോകത്തിൽ 6000 ഭാഷകളുണ്ട്, സംസാര ഭാഷ, ടോക്കിംഗ് ലാംഗ്വേജസ് 6000. സംസ്കാരം ഉണ്ടല്ലോ, 1, 2, 3 10,000-40,000 കൾച്ചറുണ്ട്. കൊച്ചു കേരളത്തിൽ തന്നെ എന്നാ സ്ഥലമുണ്ട്? കൊച്ചു കേരളം 3 കൾച്ചറാണ്, പറയുന്ന ഒറ്റ ഭാഷയാണ് മലയാളം. 3 കൾച്ചർ പ്രധാനം, ഉപകൾച്ചറുകൾ വേറെയാ. 3 കൾച്ചർ. ഉത്തര കേരളത്തിൽ ഒരു കൾച്ചറാണ്, മധ്യ കേരളത്തിൽ മറ്റൊരു കൾച്ചറാണ്, ദക്ഷിണ കേരളത്തിൽ വേറൊരു കൾച്ചർ. എല്ലാം മലയാളികളാണ്. 3 സംസ്കാരമാണ്. അങ്ങനെയാണ് ഈ ലോകം മുഴുവൻ എത്ര സംസ്കാരമുണ്ട്? 10,000-കണക്കിന് സംസ്കാരം, 6000-ഓളം ഭാഷകൾ. തീർന്നില്ല. ഞാൻ മുമ്പേ പറഞ്ഞാൽ ഏതാണ്ട് 800 കോടി ജനം ഒറ്റ കൊടക്കീഴിലായി 1.25 വർഷം കൊണ്ട്. അണ്ടർ വൺ അംബ്രല. ഒരു വെടി പൊട്ടിച്ചില്ല. കറക്റ്റ്. ഞാൻ ചില കാര്യങ്ങൾ പറയാം, അത് നിങ്ങളും ഞാനും ഒക്കെ അനുഭവസ്ഥരാ. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കോണം എന്താ കാര്യം എന്ന് കേട്ടോണം. ഈ ശാസ്ത്രവിത്രയെല്ലാം പുരോഗമിച്ച് 8-10 കാര്യങ്ങൾ പറയാം. 1.5 വർഷം കൊണ്ട് വന്നതാ. ഒരു ട്രെയിനിങ് കൊടുക്കുക ലോകത്തിന്. പ്രൈസ് ദി ലോർഡ്. 1.5 വർഷം കൊണ്ട് കിട്ടിയ ചില ട്രെയിനിങ് നോക്കിക്കോണം. ശാസ്ത്രവിത്രയം പുരോഗമിച്ചെങ്കിലും ഇതിൻ്റെ പീക്ക് ഏതാണ്ട് 40 വർഷം. 1980 മുതലാണ് ഈ ഇത്രയും പീക്കായത്. അതിനുശേഷമാണ് ഈ മൊബൈൽ ഫോണ്, ഫേസ്ബുക്ക്, വാട്സാപ്പ് ഇങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം 40 വർഷം. ഈ 40 വർഷത്തിനിടെ നടന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ കേട്ടോണം. 1, യാത്ര. 4 കാര്യങ്ങൾക്ക്: ആവശ്യത്തിന്, അത്യാവശ്യത്തിന്, അനാവശ്യത്തിന്, ഉല്ലാസത്തിന്. ശ്രദ്ധിച്ചേക്കെ, ശരിയാണോ? യാത്ര ചെറിയ യാത്രയാണോ? പ്രൈസ് ദി ലോർഡ്. ലോകത്തിലെ ഏറ്റവും ബിസിയസ്റ്റ് എയർപോർട്ട് അമേരിക്കയിലെ അറ്റ്ലാന്റയിലെ ജാക്സൺ ഇന്റർനാഷണൽ എയർപോർട്ടാണ്. 2000 ഫ്ലൈറ്റാണ് പൊക്കിക്കൊണ്ടിരുന്നത് ഒരു ദിവസം. ഇപ്പോൾ ഓർത്ത് എന്നതാ സംഭവം. പ്രൈസ് ദി ലോർഡ്. അവിടെ മുതൽ 5 ഫ്ലൈറ്റ് പോകുന്ന ഇന്ത്യയിലെ ജമ്മു എയർപോർട്ടുണ്ട്, അവിടെ 5 ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇത്രയും എയർപോർട്ടുകൾ നിശ്ചലമായോ? ചിന്തിച്ചേ. ഇപ്പോൾ പതുക്കെ തുടങ്ങിയെങ്കിൽ കേട്ടുകൊള്ളുക. നിശ്ചലമായോ? നദി പോലെ ഒഴുകിക്കൊണ്ടിരുന്ന ഹൈവേ റോഡുകൾ വാഹനമില്ലാതെ വിജനമായോ? കടലിൽ ഒഴുകിക്കൊണ്ടിരുന്ന ഓഷ്യൻ പാലസുകൾ ക്രൂസർ കൊണ്ടൊതുക്കിയിട്ടോ? കേരളത്തിലെ വാട്ടർ മാൻഷൻസ്, പ്രൈസ് ദി ലോർഡ്, ജോൺസൺ പാസ്റ്റർക്ക് എല്ലാ വർഷവും ഇതൊക്കെ കണ്ടിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുന്ന വേറെ പേര് ഹൗസ് ബോട്ട്, വാട്ടർ മാൻഷൻ. അത് മുഴുവൻ കെട്ടിയിട്ടിട്ട് ഇന്ന് വരെ അഴിച്ചിട്ടില്ല, അവിടെ കിടക്കുക. യാത്രകൾ, സകല യാത്രയും തീർന്നോ? ശ്രദ്ധിച്ചേ, സ്ലോലി നിങ്ങളൊന്ന് കേൾക്കണം. നല്ലൊരു അന്തരീക്ഷമാണല്ലോ. യാത്ര ഈ കഴിഞ്ഞ 40 വർഷത്തെ മനുഷ്യന്റെ 3 ഹരങ്ങളാണ്. അതൊന്നിച്ചങ്ങോട്ട് പിടിച്ച് ബ്രേക്ക് ഡൗൺ. യാത്ര തീർന്നോ? 2, അടുത്തത്. കേരളം കണ്ടിട്ടില്ലാത്ത മലയാളി പെൺകുട്ടികൾ ഹൂസ്റ്റണിലില്ലേ? ഇതിനകത്തിരിപ്പില്ലേ? അവർ കേരളം കണ്ടിട്ടില്ല. മലയാളി കുട്ടികൾ ഇവിടെ ജനിച്ചു വളർന്നു. പക്ഷെ അവർ നല്ല 1-ാം തരം മലയാളം കറി വെക്കുകയല്ലേ. മലയാളിയുടെ തനിമയായ അവിയൽ, സാമ്പാറും മീൻകറി കേരളം കണ്ടിട്ടില്ലാത്ത പെൺപിള്ളേർ എങ്ങനെയാണ് വെക്കുന്നത്? കാരണമുണ്ട്. ഇടത്ത് വശത്ത് ലാപ്ടോപ്പ്, വലത്ത് വശത്ത് ഓവൻ. ലാപ്ടോപ്പെ നോക്കും, സംഗതി എടുക്കും. നല്ല അടിപൊളി അവിയലും മീൻകറിയും വെക്കുന്നില്ലേ മിടുക്കരെ, ഇല്ലേ? അങ്ങനെ ഇല്ലേ? എന്നിട്ടും ആഴ്ചയിലൊരിക്കൽ പുറത്തൊരു ഭക്ഷണം ഒരു ഹരമല്ലായിരുന്നു. ശ്രദ്ധിച്ചേ. ലോകം അമേരിക്ക കാണരുത്, ലോകം മുഴുവൻ നോക്കിക്കേ. പുറത്തൊരാഴ്ചയിൽ ഒരു ഫുഡെങ്കിലും പോയി കഴിച്ചില്ല, ഒരു രസമില്ലെന്നാണ് പറയുന്നത്. അത് തീർന്നോ? തീർന്നില്ലേ? 3, ആവശ്യമില്ലെങ്കിലും ഹൈപ്പർ മാർക്കറ്റിൽ കൂടെ മോളിൽ കൂടെ പോയി ഒരു പർച്ചേസിങ് തീർന്നോ? സംഗതി തീർന്നോ? ഇതിനൊക്കെ വേറെ ഒരു ഉദ്ദേശമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. 4, ലോകം മുഴുവൻ സകലവിധമായ
ആഘോഷങ്ങൾക്കും പൂട്ടുവീണില്ലേ? മതപരമായ ആഘോഷം, രാഷ്ട്രീയാഘോഷങ്ങൾ, സാമൂഹ്യ ആഘോഷങ്ങൾ, മുഴുവൻ സെലിബ്രേഷൻസും ഒറ്റയടിക്ക് തീർന്നോ? തീർന്നില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ച യാഥാർത്ഥ്യത്തിന് എന്തെങ്കിലും ഞാൻ എതിര് പറയുന്നുണ്ടോ? മുഴുവൻ സെലിബ്രേഷനും തീർന്നോ? 5, മനുഷ്യന്റെ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ പ്രകടനമാണ് ഗെറ്റ് ടുഗദർ, ഒത്തുചേരൽ. സംഗതി തീർന്നില്ലേ? വിരുന്നുകാർ വന്നിട്ട് വർഷം ഒന്നായോ? നമ്മൾ വിരുന്നിന് പോകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ചിന്തിച്ചേ, തീർന്നില്ലേ? കേരളത്തിലൊരു പറച്ചിലുണ്ട്, ഒന്നുകിൽ 6 അടി അകലം അല്ലെങ്കിൽ 6 അടി മണ്ണ്. സ്തോത്രം. സംഗതി ശരിയായോ? വിരുന്നുകാർ വരുന്ന ഇഷ്ടക്കേടല്ലേ? പ്രൈസ് ദി ലോർഡ്. വിരുന്നിന് പോകാൻ ഇഷ്ടമില്ല, വിരുന്നുകാർ വരാൻ ഇഷ്ടമില്ല, മുഴുവൻ ഒത്തുചേരലും തീർന്നു. അനേക നല്ല കുഞ്ഞുങ്ങൾ, അവരുടെ സ്വപ്നമായിരുന്നു അടിച്ചു പൊളിച്ചൊരു കല്യാണം, അല്ലേ? സ്വപ്നവും കണ്ട് പടവും വരച്ചെല്ലാം ചെയ്ത അത് 50 പേരിൽ ഒതുക്കി തീർത്ത് ദുഃഖത്തോടെ ഇറങ്ങി വന്നില്ലേ? സത്യമാണോ? കേട്ടുകൊള്ളുക. ഒത്തുചേരൽ തീർന്നു, ആഘോഷങ്ങൾ തീർന്നു. 6 പാതിരാത്രിക്ക് വീട്ടിൽ വരും, രാവിലെ ഇറങ്ങിപ്പോവും. വീട് വേണ്ടാത്ത പുള്ളികളെ വീട്ടിൽ ഒതുക്കിയോ? വീട്ടിൽ ഒതുക്കാൻ പഠിച്ചോ? ഇല്ലേ? ജോലി വീട്ടിലിരുന്ന് ആയില്ലേ? ഇതിനെല്ലാം വേറെ ഉദ്ദേശമാ. ഇന്നും വീട്ടിലിരുന്ന് ജോലി ചെയ്തിട്ട് വന്നവരിവിടെ ഇല്ലേ? മറ്റൊരു സിസ്റ്റം വരാൻ പോകുക പ്രിയമുള്ളവരെ. വീട്ടിലായില്ലേ? സംഗതി തീർന്നില്ലേ? തീർന്നില്ല. പണം ചെലവാക്കാൻ ശരിക്കും പഠിച്ചില്ലേ? കുറുക്കാൻ ചെലവ് ചുരുക്കാൻ നമ്മൾ എല്ലാവരും പഠിച്ചില്ല. അതാ ഞാൻ പറഞ്ഞത്, മഴ പെയ്യുമ്പോൾ എല്ലാവർക്കുവാ. ചെലവ് ചുരുക്കാൻ പഠിച്ചില്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട 8ാമത്തെ കാര്യം നിങ്ങളൊന്ന് കേട്ടോണം. ക്രൈസ്തവ സഭ ആരംഭിച്ചത് മുതൽ ഈ 2000 വർഷക്കാലത്തിനിടയിൽ നിരവധി പീഡനങ്ങൾ വന്നിട്ടുണ്ട്. റോമൻ ചക്രവർത്തിമാരുടെ പീഡനം, ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ പീഡനം, കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികളുടെ പീഡനം, ഇതെല്ലാം വന്നിട്ടുണ്ടെങ്കിലും ആരാധനകൾ മുടങ്ങിയിട്ടില്ല. ഒരു ദേവാലയവും അന്ന് മുടങ്ങിയിട്ടില്ലെങ്കിൽ ആരാധനാലയങ്ങൾ അടച്ച് താഴിട്ട് പൂട്ടിയോ? ശരിയാണോ? 8ാമത്തെ കാര്യമാ, ആരാധനാലയങ്ങൾ അടച്ചുപൂട്ടി. 9, ഒരു ക്രൈസ്തവന് 4 ധർമ്മമാ പ്രധാനമായി. 1, ആത്മാവിൽ സത്യത്തിലും ദൈവത്തെ ആരാധിക്കുക. 2, കർത്താവിൻ്റെ ശരീരത്തിൻ്റെ രക്തത്തിൻ്റെ ശാരീരിക അനുഭവം പ്രാപിക്കുക. നമ്മളതിന് പല വേഷം പറയും, കർത്തൃവേശാത്ത് കുർബാന എന്നെല്ലാം പറയും. 3, വിശുദ്ധിയിൽ ജീവിക്കുക. 4, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ക്രിസ്ത്യാനിയുടെ ധർമ്മം സുവിശേഷം പറയുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. സുവിശേഷം പറയേണ്ടത് പാസ്റ്റർമാരും അച്ഛന്മാരും മാത്രമല്ല, ഒരു ക്രിസ്ത്യാനിയുടെ ചുമതലയാ തന്നെ രക്ഷിച്ച കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുക. അത് നിലച്ചില്ലേ? ഒരു വീട്ടിൽ കയറാൻ ഒക്കുവോ? ഒരു നാട്ടിൽ കയറാൻ ഒക്കുവോ? സുവിശേഷത്തിന്റെ വാതിൽ ഹല്ലേലൂയ അടഞ്ഞില്ലേ? നിങ്ങൾ നോക്കിക്കേ. ഒടുവിലൊന്ന് പറയട്ടെ, മനുഷ്യർ കാര്യങ്ങൾ അറിയുവാൻ ഡിവൈസിനെ അല്ലെങ്കിൽ ഉപകരണത്തെ ആശ്രയിക്കുന്നത് കണ്ടോ? TV, മൊബൈലിൽ ആശ്രയിക്കുന്നില്ലേ? എന്താണ് ബെസ്റ്റ് ട്രെയിനിങ് തരിക? നല്ല ട്രെയിനിങ്. ഒടുവിലൊരു കാര്യം, വേറൊരു ട്രെയിനിങ് കൂടെ, മാസ്ക് ട്രെയിനിങ്. സ്തോത്രം. ഞാൻ നോക്കിക്കേ, ഞാൻ ചിന്തിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനാണ് ഈ കോവിഡ് പ്രോട്ടോക്കോളൊക്കെ കൊണ്ടുവന്നത്. അവരെടുത്ത 3 പ്രോട്ടോക്കോൾ പെന്തിക്കോസുകാരുടെ ഒന്നും എടുത്തതാ, വേറെ വിധത്തിലാ. എന്നാ അവരെന്നാ പറയുന്നത്? സോഷ്യൽ ഡിസ്റ്റൻസ്. നമ്മളെന്നാ പറയുന്നത്? വേർപാട് പാലിക്കാൻ. അല്ലേ? അവർ എന്നാ പറയുന്നത്? കൈ എപ്പോഴും സാനിറ്റേഷൻ ഇട്ട് കഴുകണം. നമ്മൾ എന്നാ പറയുന്നത്? വിശുദ്ധിയിൽ ജീവിക്കണം. അവരെന്നതാ പറയുന്നത്? മാസ്ക് വെച്ചോളാൻ. നമ്മൾ എന്നാ പറഞ്ഞത്? നാവിനെ കടിഞ്ഞാട്ടിട്ട് കാക്കണം. മാസ്ക് ട്രെയിനിങ് വന്നില്ലേ? എന്താ കാര്യം എന്നറിയാവോ? നോക്കിക്കേ, ഞാൻ സൗകര്യമാരെ തെറ്റിദ്ധരിക്കും, നിങ്ങളെ കുറ്റം പറയല്ല, സയൻസ് പറയുന്ന കാര്യം ഞാൻ പറയുക. ഒരു പുരുഷൻ ഒരു ദിവസം 7000 സെന്റൻസ് പറയും, അതേസമയം ഒരു സ്ത്രീ 20,000 പറയും. 1:3. അച്ചായൻ 1 പറയുമ്പോൾ അമ്മാമ 3 പറയുമെന്ന്. ഈ മാസ്ക് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ കുറഞ്ഞില്ലേ? ചിന്തിച്ചു നോക്കിക്കേ, പ്രായോഗികമല്ലേ? സംസാരം കുറച്ചില്ലേ? എന്തിനാ? ഒരുവൻ വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു ഭരണാധികാരി ഒരു രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുത്ത് കഴിയുമ്പോൾ, തൻ്റെ സ്വന്തം നാട്ടിൽ ചെല്ലുമ്പോൾ അവർ സ്വീകരിക്കുന്നത് പോലെ എതിർ ക്രിസ്തുവിന് വരവേൽപ്പ് കൊടുക്കുവാൻ റെഡ് കാർപ്പറ്റ് വിരിച്ച ട്രെയിനിങ് ആയി പറഞ്ഞതെല്ലാം.
അത് കോവിഡ് 3 കാരണത്താലാ. അതിലൊന്ന് കോവിഡ് വന്നത് ഇതിനാണ്. എന്താണെന്നറിയാവോ? മനുഷ്യനെ ശരിക്ക് അച്ചടക്കം പഠിപ്പിച്ചു, വീട്ടിൽ ഒതുക്കാൻ പഠിപ്പിച്ചു, ചെലവ് ചുരുക്കാൻ പഠിപ്പിച്ചു, ആരാധന ഇല്ലാതിരിക്കാൻ പഠിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആരാധന ഇല്ലാതിരിക്കാൻ പഠിപ്പിച്ചു. അവനിപ്പോ സൂമിൽ കൂടെ ആരാധിക്കുന്നു. അതും മറ്റൊരു മർമ്മമാ. അതൊരു ടെമ്പററി റിലീഫായിട്ട് വിചാരിച്ചോ, അല്ലാതെ വേറൊന്നുമല്ല. മറ്റൊരു വചനത്തിന്റെ നിവൃത്തിയാണ്. ഇന്ന് നമ്മൾ സൂമിക്കുടിക്ക് ആരാധിക്കുന്നു, വേറെ നിവൃത്തിയിൽ ഓൾട്ടർനേഷൻ. എന്നാൽ അധികം നാൾ ആരാധിക്കട്ടെ, നമ്മൾ ഈ തലമുറയിൽ ആരാധന ട്രാൻസ്ഫർ ചെയ്ത് സ്വർഗത്തിലേക്ക് പോകും. ധൈര്യത്തോടെ പറയാം, ഈ തലമുറ തീർത്തു പറയും. തെളിവുകൾ വേണോ? സമയം ഉണ്ടെങ്കിൽ പറയാം. ഈ തെളിവുകൾ വ്യക്തമാ. ഈ തലമുറ കർത്താവിന്റെ വരവിന്റെ തലമുറയാണ് എന്റെ പ്രഭാഷണം കേൾക്കുന്നത്. ഈ തലമുറയോടെ നമ്മുടെ സൂമെല്ലാം പോകും. നമ്മൾ അവനെ മുഖാമുഖമായി കണ്ട് ആരാധിക്കാൻ പോകുകയാണ്. പ്രിയമുള്ളവരെ, മുഖാമുഖമായി കാണും. അതിനുശേഷമോ ഒരു സംഭവം നടക്കും. വായിച്ച സിസ്റ്ററെ, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 14-ാം വാക്യം വായിക്കാം. അതിന് ലോകത്തിനൊരു ട്രെയിനിങ് കൊടുക്കുക. നമുക്കിത് ബാധകമല്ല. നമ്മളിതിനെ എന്ത് ചെയ്യാന്നറിയോ? ഈ പ്രശ്നങ്ങളെ നമ്മൾ റീസൈക്കിൾ ചെയ്യുക. നമ്മുടെ ഈ പ്രശ്നങ്ങളെ നമ്മുടെ വേസ്റ്റിനെ റീസൈക്കിൾ ചെയ്യണം. ഈ സമയത്ത് നമുക്ക് ഒരുങ്ങാൻ പറ്റിയ സമയമാണ്. അത് ഞാൻ പിന്നീട് പറയാം. പ്രൈസ് ദി ലോർഡ്. ഒന്ന് വായിച്ചാട്ടെ. വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങൾ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമയുണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. ദൈവമക്കൾക്ക് ഇത് കാണാൻ അറിയാവുന്ന വാക്യമെങ്കിലും സിസ്റ്റർ ഒന്നുകൂടെ ബാക്കി ഒന്ന് വായിച്ചേ. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ. യെസ്, എന്താണെന്നറിയാമോ? ഇന്ന് നമ്മൾ സൂമിക്കൊടുക്കെ ആരാധിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ തലമുറയോടെ അത് തീർന്നു. നമ്മൾ സ്വർഗത്തിൽ പോകും. പിന്നീടുണ്ടല്ലോ ആരാധനകൾ മുഴുവൻ അവൻ സസ്പെൻഡ് ചെയ്യും. ഇന്ന് കോവിഡ് മുഖേന ആരാധന സസ്പെൻഡ് ചെയ്തെങ്കിൽ അന്നത്തെ ഭരണാധികാരിയായ സത്താൻ പറയും, ഐ ആം ദ ഗോഡ്. ആരാധിക്കേണ്ടവർ എന്നെ ആരാധിക്കണം. അതിന് അവിടെയും പോകണ്ട, ഇവിടെയും പോകണ്ട, നിങ്ങളുടെ വീട്ടിൽ ഞാൻ അതിന് ക്രമീകരണം ചെയ്യുമെന്ന് പറഞ്ഞ് ഇന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി കൊണ്ട് എന്ത് സംഭവിക്കും? അന്ന് ജീവിക്കുന്നവരുടെ എല്ലാ ഡിവൈസും ഓൺ ചെയ്യുമ്പോൾ എതിർ ക്രിസ്തുവിന്റെ പ്രതിമ പ്രത്യക്ഷപ്പെടും. സംസാരിക്കുന്ന പ്രതിമ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നേരെ മുമ്പിൽ ഒരു വ്യക്തി നിന്ന് സംസാരിക്കുന്ന ടെക്നോളജി പോലെയുള്ളതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അത് നമ്മുടെ എല്ലാ രാജ്യങ്ങളിലും, കൊച്ചി കേരളം മുതൽ അമേരിക്ക വരെ തുടങ്ങിക്കഴിഞ്ഞില്ലേ? അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് ഒരു കാര്യം കൂടെ പറയാം, ഇപ്പോഴല്ല, സന്ദർഭോചിതമായി പറയാം. അങ്ങനെ വരുമ്പോൾ 2024-26 അത് നല്ല പീക്കായിട്ട് വരുമ്പോൾ, കയ്യിലിരിക്കുന്ന കമ്പ്യൂട്ടർ തുറക്കുമ്പോൾ, മൊബൈൽ തുറക്കുമ്പോൾ, ഈ അധർമ്മമൂർത്തി ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ട് നമസ്കരിക്കുമ്പോൾ, അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ഒരു സ്റ്റാറ്റ്യൂട്ടറി ലോ കൊണ്ടുവരും. അവന്റെ ഇമേജ് കാണുമ്പോൾ വീട്ടിലിരുന്ന് അവനെ നമസ്കരിക്കണം. നമസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കും. എത്ര കറക്റ്റാ! വീട്ടിലിരുന്ന് അവനെ നമസ്കരിച്ചില്ലെങ്കിൽ എങ്ങനെ കൊല്ലിക്കും? 2 വർഷമേ ആയുള്ളൂ. യൂറോപ്യൻ യൂണിയന്റെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ വിഭാഗമുണ്ട്, യൂറോപോൾ. മറ്റ് രാജ്യങ്ങളെക്കാളെല്ലാം ശക്തമാണ് യൂറോപോൾ. ലോകത്തിന്റെ ഏത് ഭാഗത്തും നടക്കുന്ന നീക്കങ്ങൾ രഹസ്യമായി പിടിച്ചെടുക്കും. അവർ ഇന്ത്യ മുതൽ അമേരിക്ക വരെ അവർക്ക് ബന്ധമുള്ള രാജ്യങ്ങൾക്കെല്ലാം ഒരു മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. 2020 അവസാനം 21 മുതൽ ഈ ഡിവൈസസ്, ഇലക്ട്രോണിക് ഡിവൈസസ് ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധിച്ചോണം. ഏത് സമയത്തും ഹല്ലേലൂയ ഇന്റർനെറ്റ് മർഡർ സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്റർനെറ്റ് കൊലപാതകം നടത്താം. കണ്ടുപിടിച്ചു കഴിഞ്ഞു സയൻസ്. ഒരു വാടക ഗുണ്ടായും വേണ്ട, റിവാൾവറും വേണ്ട, ഒന്നും വേണ്ട. എങ്ങനെ നടക്കും? നമുക്കറിയാമല്ലോ. നമ്മളെ മുകളിലോട്ട് ചെല്ലുമ്പോഴേ പ്രൈസ് ദി ലോർഡ് ഈ കഥക തുറന്നു തരുന്ന പരിപാടി സെൻസർ വെച്ചല്ലേ, അറിയാമല്ലോ, പറയണ്ടല്ലോ. ഇതുപോലെ അന്നവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മുടെ ഷെയ്ഡ്
കുനിയുന്ന ഷെയ്ഡ് അതിൽ സെൻസർ ചെയ്തില്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കത്ത രീതിയിൽ ഇന്റർനെറ്റിൽ അഡ്ജസ്റ്റ് ചെയ്ത ആളുകളെ കൊല്ലും എന്ന് യൂറോപ്പോൾ കണ്ടുപിടിച്ചെങ്കിൽ ഒരു സയൻസും ഇല്ലാത്ത കാലത്തെ യോഹന്നാനിൽ കൂടി എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയും ലോക ജനതയ്ക്ക് വേണ്ടി സ്വർഗം എഴുതി വെച്ചു. അവൻ ഭരിക്കുമ്പോൾ ഇന്റർനെറ്റ് മർഡറിന് വേണ്ടി ഒരുക്കുമെങ്കിൽ ഈ സൂം വേർഷിപ്പ് നമ്മളിവിടെ ചെയ്യും. ഇതൊരു അപകടമാണ്. ഇത് കഴിയുമ്പോൾ നോക്കിക്കേ എത്ര കൃത്യമാണെന്ന് നോക്കിക്കേ. മനുഷ്യരെ ട്രെയിൻ ചെയ്യുകയാണ്. എന്ത് സമാധാനം. എന്നോട് അച്ചായൻ പറഞ്ഞു, എൻ്റെ സാറ് ഇത് ലാഭമാ, പെട്രോൾ അടിക്കണ്ടല്ലോ, ഇവിടെ നിന്ന് നടത്തിയാൽ മതി. വേറൊരു അച്ചായൻ പറഞ്ഞു സ്വോത്ര കാഴ്ച കൊടുക്കണം. ഇങ്ങനെ ലാഭം നോക്കുന്ന പുള്ളികളും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു അച്ചായനോട് തീർത്ത് പറഞ്ഞാൽ പെട്രോൾ അടിക്കണ്ട, എത്ര ലിറ്റർ പെട്രോൾ ഇവിടെയല്ലേ നാട്ടിൽ പറഞ്ഞതാ. എൻ്റെ സാറേ 10.95 രൂപ ഒരു ലിറ്ററിന്. എങ്ങനെയാലും ഒന്ന് പോയിച്ച് വേണം 4 ലിറ്റർ പെട്രോൾ വേണം, 100-300 രൂപയായി. ഇവ ലാഭം, വീട്ടിൽ നിന്നാൽ മതി. ഉടനെ വേറെ അച്ചായൻ മതി, മറ്റേ കൈമടക്ക് ഇടണ്ടല്ലോ, അവിടെ സ്വോത്രം പറയുമ്പോൾ ഇവിടെ സ്വോത്രം പറഞ്ഞാൽ മതി. ഇതെല്ലാം തീരാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറയട്ടെ, എത്ര ഭയങ്കര ട്രെയിനിങ് നടക്കുന്നതെന്ന് നോക്കിക്കേ. ഹല്ലേലൂയ. എന്തിനാ? ഒരൊറ്റ വൈറസിന്റെ പേരിലാ ഒരു വെടിയും പൊട്ടിക്കാതെയല്ലേ ഈ പരിപാടികളെല്ലാം നടന്നത്. മനുഷ്യനെ ഏതാണ്ട് ഒരു ഡിസിപ്ലിനിലേക്ക് കൊണ്ടുവന്നില്ലേ. എന്താ? അതേ പ്രീ ട്രിബുലേഷൻ ട്രെയിനിങ് നടക്കുന്നു. വലിയ ഗൗരവമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ദൈവമക്കൾ ഇതിനകത്ത് മനസ്സിലാക്കുക, ഈ ട്രെയിനിങ്ങിനകത്ത് നമുക്കിതൊരു പാഠമായിട്ടിരിക്കണം. ഇതെല്ലാം കാണുമ്പോൾ വചനമറിയാവുന്നവർ ഓർക്കണം, എനിക്കിവിടുന്ന് പോകാറായി, എൻ്റെ പുറപ്പാടെടുത്തു എന്ന് പറയണം. അതുകൊണ്ട് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇത് കേൾക്കും ഇനി സാത്താൻ നെഗറ്റീവ് പരിപാടി ചെയ്യും. ഈ ചില പഠിക്കാൻ മടിയൻ പിള്ളേർ പറയും, പഠിക്കണ്ടല്ലോ കർത്താവ് വരികയല്ലേ. അങ്ങനെയും വരും. ഈ ജോലിക്ക് പോകാൻ ലേസി സ്വഭാവമുള്ളവർ അവരും പറയും, എന്തിനാ ഇനി പണിക്ക് പോകുന്നത്? തോമസ് മാമൻ പ്രസംഗിച്ചല്ലോ, ഈ തലമുറയിൽ കർത്താവ് വരും, പിന്നെ എന്തിനാ ജോലിക്ക് വന്ന് അധ്വാനിക്കുന്നത്? ഇതും അതാ നെഗറ്റീവ് സാത്താൻ ഏതിനും തിരിച്ചടിക്കുന്ന പുള്ളിയാ. ഞാനൊരു കാര്യം തീർത്ത് പറയാം. വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് അവനവൻ ചെയ്യുന്ന ജോലി, പഠിക്കുകയാണോ വിദ്യാഭ്യാസം, ബിസിനസ് ആണോ ബിസിനസ്, ജോലിയാണോ ജോലി, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് ചെയ്തുകൊണ്ടിരിക്കണം. എടുക്കപ്പെടുമ്പോൾ പോകണം. ബൈബിൾ പഠിപ്പിക്കുന്ന എന്താ കാരണം? നിങ്ങൾ നോക്കിക്കേ, 400 വർഷത്തെ അടിമത്വം. യഹോവയായ ദൈവം മോശയെ വിളിച്ചു പറഞ്ഞു, എല്ലാ വീട്ടിലും ഒരു ആടിനെ ക്രമീകരിച്ചു. 4 ദിവസം കഴിയുമ്പോൾ പോകാൻ പോവുക. എല്ലാ വീട്ടിലും നമുക്കറിയാം നല്ല ഒരാടിനെ ക്രമീകരിച്ചു. പക്ഷേ 4-ാമത്തെ ദിവസം പറഞ്ഞു, ഇന്ന് അർദ്ധരാത്രിക്ക് പുറപ്പാട്. നമ്മളൊന്ന് ചിന്തിച്ചേ. അവരോടെല്ലാം വിളിച്ചു പറഞ്ഞു, ഇന്ന് അർദ്ധരാത്രിക്ക് ഇവിടുന്ന് പുറപ്പെടണം, എല്ലാം റെഡി ആയിക്കോളാൻ. അതുകൊണ്ട് അന്ന് അവർ ജോലിക്ക് പോകാതിരുന്നോ? ശ്രദ്ധിച്ചേ. അന്നും പണിക്ക് പോയി, കാശ് കിട്ടിയില്ല. എന്നാൽ അപ്പോൾ ഉച്ച കഴിഞ്ഞ് അവധി എടുത്തേക്കാം നമ്മൾ പറയുന്നത്. പറഞ്ഞില്ല. അന്നും 6 മണി വരെ ജോലി ചെയ്തിട്ട്, അതാ റുട്ടീൻ വർക്ക് ചെയ്തിട്ട് 6 മണി കഴിഞ്ഞ് വന്ന അവർ സംഭവം എല്ലാം റെഡിയായത്. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ കർത്താവിൻ്റെ വരവ് ഏത് സമയത്തും നടക്കും. ടൈം നമ്മൾ നോക്കണ്ട. മാർക്കോസിൻ്റെ സുവിശേഷം 13:32 പറയുന്നതിന് അറിയാവോ? ഒന്ന് വായിച്ചേ. മാർക്കോസ് 13:32. മാർക്ക് 13:32. നാഴികയും സംബന്ധിച്ചോ പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. പുത്രന് പോലും അറിയാമല്ല ഡേറ്റ്. പിന്നെയാണോ പ്രവാചകൻ തോമാച്ചൻ പറയുന്നത് 2027 ഏപ്രിൽ കർത്താവ് വരുമെന്ന്? ഒരു മനുഷ്യർക്കും വെളിപ്പെട്ടിട്ടില്ല. അത് അത്ര വലിയൊരു മർമ്മമായി. എന്നാൽ ഞാനും നിങ്ങളും പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായി ഏത് സമയത്ത് കർത്താവ് വന്നാലും പോകുവാൻ തയ്യാറാകുമ്പോൾ ഭൗതികമായിട്ടുള്ള സകല ജോലികളും സകല ഡ്യൂട്ടികളും വിശ്വസ്തയോടെ ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെ ഇതാ ട്രെയിനിങ് കിടക്കുകയാണ്. സദരം എന്താണ് ഈ കോവിഡ്? അതിനെക്കുറിച്ച് ഇവിടെ 2-3 കാര്യം പറയുമ്പോൾ എൻ്റെ സമയം തീരും. അതിന് ശാസ്ത്രം ഒത്തിരി കാര്യങ്ങളൊക്കെ രാഷ്ട്രീയക്കാരും ഒക്കെ കണ്ടുപിടിക്കും, വളരെ നല്ലത്. ചൈനയിൽ നിന്ന് ഇറക്കിയതാ, എവിടുന്നും ആയിക്കൊള്ളട്ടെ. ബൈബിൾ 3 കാര്യം പറയുന്നുണ്ട്. ഒന്ന്, ഈ കോവിഡ് ഇപ്പോൾ ഞാൻ വിളിച്ചതില്ലേ ഒരു ട്രെയിനിങ്, പ്രീ ട്രിബുലേഷൻ ട്രെയിനിങ്. ആരും അറിയാതെ എന്താ സാത്താൻ ആരാ? അവൻ സൂത്രശാലിയാ, കൗശലക്കാരനാ. അമ്മച്ചിയെ കളിപ്പിച്ചത് എങ്ങനെയാ? ഉപായത്താൽ. ഹൗവായെ ഉപായത്താൽ കളിപ്പിച്ചതുപോലെ വളരെ കൗശലത്തിലാണ് ഈ ട്രെയിനിങ്. ആരും ഓർക്കത്തില്ല. ഈ ആത്മീയ ദർശനമുള്ള ദൈവമക്കളും വചനം അറിയാവുന്നവരല്ലാതെ ആരും ഇത് കേൾക്കുക മനസ്സിലാവുക അവർക്കൊരു പിടിയും കിട്ടത്തില്ല. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്രോട്ടോകോൾ പറഞ്ഞു ഇത് പകരാതിരിക്കാനാ. ഈ വൈറസിനെ കുറിച്ച് ആർക്കും ശരിക്കൊന്നും അറിയാൻ മേല, അതുകൊണ്ട് ഇത് പകരാതിരിക്കാനാ നമ്മൾ അനുസരിച്ചു. പക്ഷേ ആത്മീയ കണ്ണുകൊണ്ട് നോക്കിക്കേ, അതിൻ്റെ മർമ്മം വെളിപ്പെട്ടത് കണ്ടോ?
ആത്മീയ കണ്ണുകൊണ്ട് നോക്കിയാലേ മനസ്സിലാകത്തുള്ളൂ. ഭൗമികമായിട്ടുള്ള ബുദ്ധിയുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ സംഗതി പിടി കിട്ടത്തില്ല. കാരണം ഓരോന്നിനും ഓരോ ലക്ഷണമുണ്ടത്. ആത്മീയ കണ്ണുകൾ കൊണ്ട് നോക്കിയാലേ കാര്യം മനസ്സിലാകത്തുള്ളൂ. ഇസ്രായേൽ മക്കളുടെ എല്ലാ വീട്ടിലും ഓരോ ആടാ. ഇത് കണ്ട ഈജിപ്ഷ്യൻ പറഞ്ഞ പാവങ്ങളെ അറുത്ത് തിന്നാനാണ്. ഞാൻ മർമ്മം എന്നാ, ഇന്ന് രാത്രി നിന്നെയെല്ലാം തകർത്തോണ്ട് ഞങ്ങൾ പോകുമെന്ന്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഓരോന്നിനും ഓരോ അടയാളമുണ്ട് ദൈവമക്കളെ. അപ്പോൾ ലോകത്തിന് മനസ്സിലാകത്തില്ല. വചനമാകുന്ന കണ്ണാടി കൂടെ നോക്കുമ്പോൾ ഈ മാരക വിപത്ത് ലോകത്തിൽ മുഴുവൻ വന്നില്ലേ? ലോകത്തിൽ ഇത് വരാത്ത ഒരൊറ്റ രാജ്യമുണ്ടോ? ഇല്ല. അപ്പോൾ വന്നപ്പോൾ ഒരു കോമൺ ട്രെയിനിങ് കിട്ടി. അച്ചടക്കം പഠിപ്പിക്കുക. അച്ചടക്കം ഭയങ്കരമാ. ഈ അച്ചടക്കമൊന്നുമല്ല. ഞാൻ പറയട്ടെ, നമ്മുടെ ഇന്ത്യക്ക് 3 എമർജൻസി ഉണ്ടായി, അടിയന്തരാവസ്ഥ. 1 61, 1 72, 1 75. ആ 3 അടിയന്തരാവസ്ഥ എനിക്ക് ഓർമ്മയുണ്ട്. 61-ലും 72-ലും ചൈന ആൻഡ് പാകിസ്ഥാൻ യുദ്ധങ്ങൾ നിമിത്തം 75-ൽ ഒരു എമർജൻസി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ഡിക്ലെയർ ചെയ്തു. ഭയങ്കരമായിരുന്നു. അതിൻ്റെ കാരണം അച്ചടക്കമില്ല ജനങ്ങൾക്ക്. അത് ഞാൻ നേരിട്ട് കണ്ടതാ, ആ അച്ചടക്കത്തിൻ്റെ ഭയങ്കരത്വം. പ്രൈസ് ദി ലോർഡ്. ഒരു പേഷ്യൻറ്റിനെയും കൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഞാൻ പോയി. ഒരു പേഷ്യൻറ്റിനെയും കൊണ്ട് പോയതാ. ഒരു പ്രഗത്ഭനായ ഡോക്ടറെ കാണാനാ. അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഞാൻ പറയത്തില്ല. ഇന്ന് അദ്ദേഹം മരിച്ചുപോയി. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ഓഫ് പ്രൊഫസറാ. അദ്ദേഹത്തെ കാണാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ഹൈ റെക്കമെൻഡേഷനിലാണ് എനിക്ക് അവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അപ്പോൾ 9:30 അദ്ദേഹം OP വരും. ഞാൻ 9:30 ഈ പേഷ്യൻറ്റുമായിട്ട് അവിടെ പോയിരുന്നു. 9:45 അദ്ദേഹം വന്നില്ല. മാന്യമായ വസ്ത്രം ധരിച്ച ഒരാൾ വന്നതിനോട് ചോദിച്ചു, സാറിനാണ് ഇവിടെ ഇരിക്കുന്നത്? ഞാൻ ഓർത്ത് എന്നെ എവിടെയോ പരിചയം കാണും. ഞാൻ പറഞ്ഞു, ഞാൻ ഈ ആളിനെയും കൊണ്ട് വന്നതാ. ആരെ കാണാനാ? ഈ ഡോക്ടറെ കാണാനാ. എപ്പോഴാണ് കാണാൻ സമയം? എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു 9:30 വരാനാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 9:45 കണ്ടില്ല. ഞാൻ പറഞ്ഞു വരുമായിരിക്കുമെന്ന് പറഞ്ഞ് പോയി. ഒരു 15 മിനിറ്റൂടെ കഴിഞ്ഞ് കാണും. ആ ഡോക്ടർ ഇങ്ങനെ വന്നപ്പോൾ നമ്മുടെ ഇന്ത്യൻ സംസ്കാരം അനുസരിച്ച് ഇവിടുത്തെ പോലെയല്ല. അദ്ദേഹം വന്നപ്പോൾ ഞങ്ങളൊക്കെ എഴുന്നേറ്റു. അവിടെ എങ്ങനെയാണ്? ഡോക്ടേഴ്സിനെ കാണുമ്പോൾ ഒരു ബഹുമാനം കൊടുക്കും. ഞങ്ങളൊക്കെ എഴുന്നേറ്റു. ഇദ്ദേഹം തൻ്റെ ക്യാബിനിലോട്ട് പോകും. അപ്പം ഞാൻ ആദ്യത്തെ ആളായിട്ട് കയറാൻ ഇങ്ങനെ ഈ പേഷ്യൻറ്റിനെ കൊണ്ട് പോകാൻ നിൽക്കുക. ഇദ്ദേഹം ക്യാബിനിലോട്ട് ഇങ്ങനെ കയറാൻ ചെല്ലുകയും എന്നോട് സംസാരിച്ച ആ വ്യക്തിയും മറ്റൊരു ഉദ്യോഗസ്ഥനോട് വന്ന് നിന്നിച്ച് പറയുക, യു ആർ അറസ്റ്റഡ്. ആരോടാ? ഈ പ്രഗത്ഭനായ പ്രൊഫസറോട്. ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേൾക്കുക. നിങ്ങൾ 9:30 ഇവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ 9:55 വന്നപ്പോൾ 25 മിനിറ്റ് നിങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ശമ്പളം മേടിച്ച് ജോലി ചെയ്തില്ല. കയറിക്കോളാൻ പറഞ്ഞു. ആ ഉന്നതനെ പോലീസ് വാനിലിട്ടുകൊണ്ട് പോയി. ഇതാ അവിടെ ഞാൻ നേരിട്ട് കണ്ടത്. അതാ എമർജൻസി അന്ന് അവിടെ നടന്നതെങ്കിൽ. ഇതൊന്നുമല്ല പിശാച് നടത്താൻ പോകുന്ന എമർജൻസി. എല്ലാവിധമായ ധർമ്മങ്ങളും തെറ്റിച്ചുകൊണ്ട്, സകലവിധമായ മൂല്യങ്ങളെയും മാറ്റിക്കൊണ്ട് അവൻ ഈ ലോകത്തിൽ പിശാച് ഭരിക്കുമ്പോൾ, ആ ലോകത്തിൽ മനുഷ്യൻ പഞ്ചപുച്ഛമടക്കി ഒരു വ്യക്തി മിണ്ടാതിരിക്കാൻ തക്കവണ്ണം പതുക്കെ ട്രെയിനിങ് തുടങ്ങിയതേ ഉള്ളൂ. ട്രെയിനിങ് പുറകെ വരിക. ഇതതിൻ്റെ ആരംഭമാ. ഈ ട്രെയിനിങ് COVID-19 3 കാര്യങ്ങൾക്കാണ്. 1, ഒരു ട്രെയിനിങ്. 2, ഇതിൻ്റെ ഉറവിടം ചൈനയാണോ എന്നൊന്നും നമുക്കറിയാമല്ലോ. അത് എന്തോ ആയിക്കൊള്ളട്ടെ. ഞാൻ ആത്മീയ കാഴ്ചപ്പാടിൽ പറയാം. ഒരു പ്രവചന നിവൃത്തിയാ. തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 7-ാം വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 7-ാം വാക്യം. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന 4-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അടുത്ത വാക്യം. അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്ന് പേർ. പാതാളം അവനെ പിന്തുടരുന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങൾ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിക്കും. വാളുകൊണ്ട്, ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും, ഗ്രേറ്റ് ഫാമിൻ, ഗ്രേറ്റ് പാൻഡമിക്, കൊന്നുകളയാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം. ഈ മുദ്ര പൊട്ടിക്കുന്നത് ദൈവദാസന്മാർ വചനം അറിയാവുന്നവർക്കറിയാമല്ലോ. കുഞ്ഞാട് 1-ാമത്തെ മുദ്ര പൊട്ടിക്കും. വെളിപ്പാട് 6-1. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ റാപ്ചർ കഴിഞ്ഞ് ദൈവമക്കൾ സ്വർഗത്തിൽ ചെന്ന് ദൈവത്തെ ആരാധിക്കുന്നു. 24 മൂപ്പന്മാർ 4-ാം അധ്യായത്തിൽ കാണാം. പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാർ, അവരല്ലേ മൂപ്പന്മാർ. എന്താ അവരുടെ പാട്ട്? കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ജാതിയിലും വംശത്തിലും നിന്നുള്ളവരെ, ഇംഗ്ലീഷിൽ ഞങ്ങളെ വിലയ്ക്ക് മേടിച്ചു. യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവരുടെ കരങ്ങളെ ഉയർത്തിക്കേ. ആ ഈ കരങ്ങളെ ഉയർത്തിയവരാ അവിടെ പോയി പാടുന്നത്. അപ്പൊ നമ്മൾ സ്വർഗത്തിൽ ചെന്നു. റാപ്ചർ ഈസ് ഓവർ. നമ്മൾ സ്വർഗത്തിൽ ചെന്നു. നമ്മൾ കുഞ്ഞാടിനെ പാടി ആരാധിക്കുക. അപ്പോഴാണ് സിംഹാസനത്തിന്റെ കയ്യിൽ
ആ മുദ്രയിട്ട പുസ്തകം കുഞ്ഞാട് മുദ്ര വാങ്ങി പൊട്ടിക്കുന്നു. 6:1 കാണാം. 1-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ വെള്ളക്കുതിര, റെവലേഷൻ ഓഫ് ആന്റി ക്രൈസ്റ്റ്. സമാധാനത്തിന്റെ പേര് പറഞ്ഞ് വെള്ളക്കുതിര പുറത്തൊരുവൻ വരിക. അവന്റെ കയ്യിലിരിക്കുന്ന സമാധാനാ പറയുന്നത്. ഇരിക്കുന്നത് യുദ്ധായുധം, വില്ല്. അതാ ചതിയൻ. സ്തോത്രം പറഞ്ഞു. സ്തോത്രം പറഞ്ഞു എന്ന് ഒടിയ സൂത്രം എന്ന് പറയുന്ന പോലെ അവന്റെ കയ്യിലിരിക്കുന്ന വില്ലായുധം, അവന്റെ തലയിൽ ലോകഭരണമാകുന്ന കിരീടം. അങ്ങനെ അങ്ങോട്ട് പൊട്ടിച്ച് 4-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ വചനം പഠിച്ചാൽ കാണാം, റാപ്ചർ എന്ന മഹാസംഭവം കഴിഞ്ഞ് 3 വർഷമാകും. കാലാംശത്തിന്മേൽ അധികാരം. എന്താ കാലം? 1 വർഷം. കാലാർത്ഥം 6 മാസം. കാലാംശം 3 മാസം. 3 മാസം സഭയെടുക്കപ്പെട്ട് 3 വർഷം കഴിയുമ്പോൾ ലോകം മുഴുവൻ ഒരു മഹാവ്യാധി ഉണ്ടാകും. അന്ന് ജീവിക്കുന്നവരിൽ 4-1 ജനം മരിക്കും. പണ്ടൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ഇപ്പം നമ്മുടെ കൊറോണപ്പം കൊച്ചു വന്നിട്ട് 35 ലക്ഷത്തെ കൊന്നു. അപ്പം അതിൻ്റെ ബാക്കി വരാൻ പോകുന്നത് കേട്ടു. അതിനൊരു സംവിധാനം എപ്പോൾ തുടങ്ങി? 1930 പതുക്കെ ചെറിയ രീതിയിൽ തുടങ്ങി. വൈറസ് ആദ്യമേ ശാസ്ത്രം കണ്ടുപിടിച്ചത്. അന്ന് പേരിട്ടത് ഫ്ലൂ എന്ന, ഇൻഫ്ലുവൻസ. വലിയ കുഴച്ചിലൊന്നുമില്ല, അവൻ ഒതുങ്ങി അങ്ങോട്ട് കിടന്നു. ഇല്ലേ, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു. 2009 കുറിച്ച് ഞാൻ പറയും. ആ 2009 5 സംഭവങ്ങൾ നടന്നു. വേദപുസ്തക 5 ലോക സംഭവങ്ങൾ ദൈവമക്കൾക്ക് 5 അടയാളമാണ്. അതാണ് ഞാൻ പിന്നീട് പറയാൻ പോകുന്നത്. 2009 നടന്ന 5 സംഭവങ്ങൾ ഒന്ന് പറയാം. ലോകം മുഴുവൻ ഒരു പ്രത്യേക വൈറസ് വന്നു. അന്ന് മുതൽ ഇന്ന് വരെ ട്രീറ്റ്മെൻറ്റ് കണ്ടുപിടിച്ചിട്ടില്ല. ഉണ്ടെന്നൊക്കെ പറച്ചിലേ ഉള്ളൂ. വെറും നിങ്ങളുടെ ഭാഷയെ ടൈനനോൾ, ഇന്ത്യൻ ഭാഷയെ പാരസെറ്റമോളിൽ ഒതുക്കും. പല പേരിൽ അറിയപ്പെടുവെന്നേ ഉള്ളൂ. ഓരോ രാജ്യത്തിൻ്റെ സംസ്കാരം അനുസരിച്ച് ഓരോ പേരിട്ടു. ഇവിടെ പറയും H1N1, ബ്രിട്ടീഷുകാർ പറയും ഫിഗ് ഫീവർ, മറ്റു രാജ്യക്കാർ പറയും ഗിഡ്നസ് ഫീവർ, നമ്മുടെ കൊച്ചു കേരളവും ഇന്ത്യയും പറയും ചിക്കൻ ഗുനിയ. ഇതെല്ലാം കസിൻസാണ്. സ്വതന്ത്രം എല്ലാ കസിൻസാ. ഒറ്റ അടയാളമാണ്, അറിയാമോ? ഒറ്റ അടയാളം. ഇതിനെല്ലാം അന്ന് 10 ദിവസത്തെ പവറാ മനുഷ്യൻ്റെ ശരീരത്തിൽ. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ നോക്കിക്കേ, 2019 ഈ സൂത്രം കയറി വന്നില്ലേ? ഏതാണ്? പ്രൈസ് ദി ലോർഡ്. ഇന്ന് ലോകം ഭയപ്പെടുന്ന ഈ വല്ലാത്ത വൈറസ് കൊറോണ. എങ്കിൽ ഇതെവിടുന്ന് വന്നു? എങ്ങനെയാണ്? ബൈബിള് പഠിപ്പിക്കുന്നു. ഇത് എവിടുന്ന് വന്നു? ചൈനയാണോ ജപ്പാനാണോ? എങ്ങനെ വന്നു? ഹാഗായി പ്രവചനം 2-ാം അധ്യായം 6-ാം വാക്യം വായിക്കാം. ഹാഗായി പ്രവചനം 2-ാം അധ്യായം 6-ാം വാക്യം വായിച്ചാട്ടെ. കുറഞ്ഞൊന്ന് സൈന്യങ്ങളുടെ യഹോവയായി ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഇനി ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരലിനെ ഇളക്കും. 4 ഇളക്കം, 5 ഇളക്കം. 1 എടുത്തെങ്കിൽ മൈക്കിൽ കൂടെ ഒന്ന് വായിച്ച സിസ്റ്റർ, എല്ലാവരും ഒന്ന് കേൾക്കട്ടെ. മൈക്കിൽ കൂടെ വായിക്കാൻ എല്ലാവരും കേൾക്കുമെന്ന് ധരിച്ചാ കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. ഹാഗായി പ്രവചനം 2:6. യെസ്, കേട്ടോ. 4 ഇളക്കം. കടലിനെ ഇളക്കും, കരയെ ഇളക്കും, ആകാശത്തെ ഇളക്കും, ഭൂമിയെ ഇളക്കും. അടുത്ത വാക്യം, സകല ജാതിയെ ഇളക്കും. അടുത്തത് നമുക്ക് പ്രവചന ഭാഷയിലൊന്ന് ചിന്തിക്കാം. ഈ മാരകമായ വൈറസിന് എവിടെ നിന്ന് വരുന്നു എന്നറിയുവാൻ ശാസ്ത്രലോകം നടത്തിയൊരു പരീക്ഷണം നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ 4 ഗ്യാസ് അവരെടുത്തു. ഒരു പ്രത്യേക ഫ്ലാസ്കിൽ വെച്ചു. 5ാമതൊരു എലിമെന്റ് ഇട്ടു, സൾഫർ. ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, സൾഫർ ഇട്ടിട്ട് സാധാരണഗതി ചെയ്യുന്നത് വൈദ്യുതിയാണല്ലോ, ഇലക്ട്രിക് പവർ അല്ലേ, അതങ്ങോട്ട് മാറ്റിയിട്ട് അവർ UV കടത്തി, അൾട്രാ വയലറ്റ് കയറ്റിവിട്ടു. അവർ ഞെട്ടി ഭയപ്പെട്ടു പോയി. ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ 4 ഗ്യാസിന്റെ കൂടെ 5ാമതൊരു എലിമെന്റ് സൾഫർ കൂടെ കയറ്റിയിട്ട്, പ്രൈസ് ദി ലോർഡ്, UV കയറ്റി വിട്ട് കഴിഞ്ഞപ്പോൾ ആ ഫ്ലാസ്കിനകത്ത് ജീവന്റെ തുടിപ്പ്. വെറും തുടിപ്പല്ല. ഞാനും നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ലൈവായിട്ടിരിക്കുന്ന നമ്മുടെ DNA ലൈവായതുകൊണ്ടാണ്. എന്നേക്കാൾ മെഡിക്കൽ വിങ്ങിൽ പ്രവർത്തിക്കുന്നവരാ നിങ്ങളെ.
അതുകൊണ്ട് കിഴക്കൻ ചൈനയിലൊരു പഴഞ്ചൊല്ലുണ്ട്, തയ്യക്കാരനെ ബട്ടൺ ഹോൾ വരാൻ പഠിപ്പിക്കാൻ പോകരുത്. അതുകൊണ്ട് ഞാൻ അതിനൊന്നുമല്ല വരുന്നത്, ഇത് തെളിയിക്കാൻ പറഞ്ഞതേ ഉള്ളൂ. ഹല്ലേലൂയ. ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, UV, സൾഫർ കയറ്റിക്കഴിഞ്ഞപ്പോൾ ഒരു സാധനം വന്നു. നമ്മുടെ ശരീരത്തിൻ്റെ DNA ലൈവ് ആണെങ്കിൽ അതിനകത്ത് 2 സാധനം ഉണ്ടല്ലോ, പിരാമിഡിൻ, പ്യൂരിറ്റിൻ. അതുള്ളത് കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്, അല്ലേ നേരെ ഇങ്ങനെ ആവും അല്ലേ. നമ്മുടെ ശരീരത്തിൻ്റെ ലൈഫ് തെളിയിക്കുന്ന DNA-യിലുള്ള 2 ഘടകമാണ് പിരാമിഡിൻ, പ്യൂരിറ്റിൻ. ഇത് രണ്ടും അതിനകത്തുണ്ടായി. അപ്പം ജീവൻ്റെ ഘടകം ഉണ്ടായെങ്കിൽ ഈ അന്തരീക്ഷത്തിൽ ഹൈഡ്രജൻ ഉണ്ട്, കാർബൺ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. വചനം പറയുന്നു, ഞാൻ കരയെ ഇളക്കും, കടലിനെ ഇളക്കും. കഴിഞ്ഞ 30 വർഷം കൊണ്ട് വൾക്കാനോ എക്സ്പ്ലോഷൻ ധാരാളം. കരയെ ഇളക്കി, കടലിനെ ഇളക്കി. എന്തു പറ്റി? സൾഫർ കയറി വന്നു. 5ാമൻ കയറി വന്നു. ഞാൻ ആകാശത്തെ ഇളക്കും. ആകാശത്തിന്റെ സെക്കൻഡ് ലെയർ 1.5 കോടി അങ്ങോട്ട് പോയി. UV ഇറങ്ങി വന്നു, ചേർന്നോ? അപ്പോൾ സകല ജാതി ഇളകിയില്ലേ? അമേരിക്കക്കാരൻ വിറച്ചു തുള്ളി, ഇംഗ്ലണ്ടുകാരൻ വിറച്ചു തുള്ളി, മലയാളി വിറച്ചു തുള്ളി. ലോകം മുഴുവൻ ഈ രോഗം വന്നെങ്കിൽ അതിന്റെ പുറകെ സകല ജാതികളുടെയും മനോഹര വസ്തു വരും. എന്താ? അന്നേ ശാസ്ത്രലോകം പറഞ്ഞു, ഈ വൈറസുകൾക്ക് ഇമ്മ്യൂണിറ്റി കൂടും. വിക്കങ്കുനിയ എങ്ങും പോയിട്ടില്ല. ഇപ്പോൾ വാക്സിനേഷൻ കൊണ്ട് നമുക്ക് ഇമ്മ്യൂണിറ്റിയിൽ പിടിച്ചു നിൽക്കുന്നു. ഇവൻ ഇനി ഒരുങ്ങുക കയറാൻ. ഇപ്പം കയറിയത് 10 ദിവസമാണെങ്കിൽ ഇനിയും കയറുന്ന 20 കയറും. ഇമ്മ്യൂണിറ്റി കിട്ടിയാൽ അവൻ കൂടുതൽ ദിവസം കയറും. അങ്ങനെ കയറി ഇറങ്ങി ഒരു മനുഷ്യ ശരീരത്തിൽ 90 ഡേയ്സ് 90 ദിവസം പിടിച്ചു നിൽക്കാൻ ശക്തി കിട്ടുമ്പോൾ അതിന് 3 വർഷം മുമ്പ് സഭ എടുക്കപ്പെട്ടിരിക്കും. അപ്പോൾ ലോകത്തിലെ 4/1 ജനം മരിച്ചു വീഴും. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പെടുത്തത് കൊണ്ട് നിവർന്ന് തല ഉയർത്തുവീൻ. ഇനിയും ആത്മീയർക്ക് മാത്രം മനസ്സിലാക്കാൻ ഈ കൊറോണ വൈറസിനെ കുറിച്ച് ഒരു കാര്യം ഞാൻ പറയാം. അത് ആത്മീയർക്കേ പിടികിട്ടത്തുള്ളൂ. അല്ലാത്തവരിത് കേൾക്കാതിരിക്കുക നല്ലതും. അവർക്ക് മനസ്സിലാകില്ല. നിങ്ങൾക്കറിയാമല്ലോ ഇതിൻ്റെ പല വേരിയേഷൻസ്. അതിലൊരു വേരിയേഷനാ മ്യൂക്രോ. അറിയാമോ നിങ്ങൾ? ഒരു വേരിയേഷൻ വന്നു. എന്തുവാ? ഒരു പ്രത്യേക വൈറസ് ഇവിടെ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ശരീരത്തിനകത്തിലുണ്ടാകുന്ന ഒരു പ്രത്യേക വൈറസ് വന്നിട്ടില്ലേ? പ്രൈസ് ദി ലോർഡ്. അതിനെന്തോ പല പേരുകൾ പല രാജ്യത്തും പറയുന്നുണ്ട്. ബ്ലാക്ക് ഫംഗസ് എന്ന് പറയും. ഇന്ത്യയിലൊക്കെ പറയുന്നത് ബ്ലാക്ക് ഫംഗസ് എന്നാ. നമ്മുടെ ഇന്ത്യ 2000 പേര് മരിച്ചു. എന്താണ് ഈ ബ്ലാക്ക് ഫംഗസ്? കണ്ടുപിടിച്ചു. ഒരു മിശ്ര വിവാഹത്തിൻ്റെ സന്തതിയാണ്. സ്തോത്രം. ബ്ലാക്ക് ഫംഗസ്. അത് നമുക്ക് ദൈവമക്കൾക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. മിശ്രവിവാഹം നടത്തിയത് ആര് തമ്മിലാണെന്നറിയാവോ? ഈ കൊറോണ വൈറസും പ്രൈസ് ദി ലോർഡ് മണ്ണിലുള്ള മ്യൂക്രോമൈക്കോസിസ് എന്ന് പറയുന്ന ഒരു ഫംഗസും തമ്മിൽ ബന്ധപ്പെട്ടു, ചേർന്നു. അങ്ങനെ ചേർന്നപ്പോൾ ഉണ്ടായതാണ് ഈ ബ്ലാക്ക് ഫംഗസ്. മണ്ണിനകത്തുള്ളതാണ് മ്യൂക്രോമൈക്കോസിസ്. പ്രൈസ് ദി ലോർഡ്. ചെടികളിലുണ്ടെങ്കിൽ അതിൻ്റെ ഉറവിടം മണ്ണിനകത്തുള്ളതാണ്. അതും ഇതും കൂടെ ചേർന്നപ്പോഴാണ് ഈ ബ്ലാക്ക് ഫംഗസ് ഉണ്ടായത്. എങ്കിൽ മണ്ണിനകത്തതുണ്ടെങ്കിൽ അത് ലിത്തോസ്ഫിയർ, ഭൂമിയുടെ പുറന്തോടെ. അതിൻ്റെ അടിയിലത്തെ ഭാഗത്തിൻ്റെ പേര് അസ്തനോസ്ഫിയർ. അവിടെയുണ്ട് വില്ലന്മാർ 4000 ഡിഗ്രി ചൂടി ചാകാതെ കിടപ്പുണ്ട്. പ്രൈസ് ആക്റ്റീവോ ബാക്ടീരിയ. അതിനടിയിൽ വല്ലാത്ത സ്ഥലമുണ്ട്, അറിയാമല്ലോ, 6000 ഡിഗ്രി ചൂടി. അവിടെയുണ്ട് അതിശക്തമായ ബാക്ടീരിയ, ചാകത്തില്ല. അങ്ങനെയാണെങ്കിൽ അതിനകത്തൊക്കെ ചാകാത്ത ബാക്ടീരിയ ഉണ്ടെങ്കിൽ വേദപുസ്തകം പറയുന്നു, നിങ്ങളും ഞാനും രൂപാന്തരപ്പെട്ട് ഏതാണ്ട് 4 വർഷം കഴിയുമ്പോൾ വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൽ കാണാം, അഗാധ കൂപം തുറക്കും, കൂപത്തിൽ നിന്നും പുക വരും, അതിൻ്റെ പുറകെ ജീവികൾ വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ജീവികളുടെ വാലിന് തേളിൽ പോലുള്ള വിഷം ഉണ്ടായിരിക്കും. ആരെയും കൊല്ലത്തില്ല. 5 മാസം ദുഃഖിപ്പിക്കത്തക്കവണ്ണം. അവൻ്റെ പേര് അപ്പല്ലോൻ. ഏതാ സാധനം എന്നറിയാമോ? ഇങ്ങനെ ഈ മ്യൂക്രോമൈക്കോസിസും കൊറോണ വൈറസും തമ്മിൽ ചേർന്നപ്പോൾ ബ്ലാക്ക് ഫംഗസ് ഉണ്ടായെങ്കിൽ എത്ര എളുപ്പമാണ് ചിന്തിച്ചേ. അടിയിൽ കിടക്കുന്ന സാധനം വന്നാൽ ഇതിൻ്റെ വില്ലന്മാരാ വരാൻ പോകുന്നത്. അതാരാ വരുന്നറിയാമോ? അതിന് അഗാധ കൂപം. ദൂതൻ അതിൻ്റെ രാജാവെന്ന സമയം പോയതുകൊണ്ട് വാക്യങ്ങൾ വായിപ്പിക്കുന്നില്ല. ഈ വരാൻ പോകുന്ന സാധനം ഏതാണെന്നറിയാമോ? പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നു, പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് അഗാധ കൂപത്തിൽ ദണ്ഡിപ്പിക്കുന്നു. അവിടെ എന്നതാ കൊടുക്കുന്നറിയാവോ? ഫ്രൈഡ് ചിക്കൻ കൊടുക്കുകയല്ല അവർക്ക്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് ആംബർക്കർ അല്ല കൊടുക്കുന്നത്, അവരെ ദണ്ഡിപ്പിക്കുക. ആ പുള്ളിയുടെ പേര് അപ്പല്ലോ. അവനെ ഇങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യാൻ പോകുക. ഇന്ന് ഗുണം പിടിക്കാത്തവൻ അന്ന് ജീവിച്ചിരുന്നാൽ 5 മാസത്തെ കുത്ത പറഞ്ഞാൽ ഒത്തിരി ഉണ്ട്. വെളിപ്പാട് പുസ്തകം 9:4 കാണാം. അതിനകത്ത് പറഞ്ഞാൽ നെറ്റിയിൽ
ദൈവത്തിൻ്റെ മുദ്രയിൽ ഇല്ലാത്തതിനെ എല്ലാം തട്ടിക്കോളാനാ. എങ്കിൽ ഇത് വിളിച്ചു പറയുന്നു, അഗാധ കൂപത്തിൽ നിന്ന് വരും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഈ വൈറസിനെ ലോകം അതിജീവിക്കും. പക്ഷേ ഇതിന്റെ ബാക്കി വരാൻ പോവുകയാണ്. ഇത് തീരത്തില്ല, ഇതിനെ ഒതുക്കാനൊക്കത്തില്ല. ഇത് വചന നിവൃത്തിയ. എന്റെ കർത്താവ് പറഞ്ഞു, അന്ത്യകാലത്ത് മഹാവ്യാധികൾ അവിടെയും ഇവിടെയും ഉണ്ടാകും, ലോകം മുഴുവൻ ഉണ്ടാകും. ലൂക്കോസ് 21:11. ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വിഷയം നമ്മളുടെ വീണ്ടെടുപ്പെടുത്തു. 2009 മുതലാണ് നാളെ ഞാൻ തുടങ്ങാൻ പോകുന്നത്. 2009 5 കാര്യങ്ങൾ നടന്നതിൽ ഒന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അന്ത്യകാല സംഭവങ്ങളുടെ ബാക്കി കാര്യങ്ങൾ നമുക്ക് തുടർന്ന് ചിന്തിക്കാം. ഇന്ന് രാത്രിയിൽ ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.